നമസ്കാരം. നെസ്റ്റർ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ശൈലിയിൽ രംഗത്ത് വന്നപ്പോൾ ലോഗൻ ഡസൻ റൈസിന്റെ മുഖത്ത് ശരിക്കും ഒരു അതിശയമുണ്ട്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് അയാളുടെ അമ്മയുടെ മരണത്തിന് പിന്നിലെന്നുള്ള കാര്യം ഇപ്പോ പ്രിൻസ് ഓഫ് വെയിൽസ് പറഞ്ഞ് ഡസന് അറിയാം. ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ താൻ അറിഞ്ഞ രഹസ്യങ്ങളെ എത്ര ശക്തമായി ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനക്കാരനായ നെസ്റ്ററുടെ പ്രവേശനം. ഡസൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നെസ്റ്റർ ഡസനോട് പറഞ്ഞു, രാജകുമാര, എനിക്ക് അങ്ങയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അങ്ങ് സ്റ്റോണിയിലേക്ക് വരാൻ പാടില്ലായിരുന്നു. അങ്ങ് സ്റ്റോണിയിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങ് അറിഞ്ഞ കാര്യങ്ങൾ ഇനി മറ്റൊരാൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കണം. നെസ്റ്റർ, നിങ്ങൾ എന്തായി പറയുന്നത്? രാജകുമാര, ഞാൻ പറഞ്ഞല്ലോ, അങ്ങയ്ക്ക് ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാനാവില്ല. അങ്ങയ്ക്ക് ശരിക്കും മാന്യമായ ഒരു മരണം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് സ്വയം ജീവൻ അവസാനിപ്പിക്കണം. ഡസൻ റൈസിനോട് ആത്മഹത്യ ചെയ്യാനാണ് നെസ്റ്റർ ഉപദേശിക്കുന്നത്. അത് കേട്ടതും ഡസൻ നെസ്റ്ററോട് ചോദിച്ചു, നെസ്റ്റർ, നിങ്ങൾ ആരോടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എനിക്ക് എന്തെങ്കിലും ഇവിടെ സ്റ്റോണി വെച്ച് സംഭവിച്ചാൽ റൂഫസ് റൈസ് വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഡസൻ റൈസിന്റെ ആ ചോദ്യത്തിൽ ഒരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ട്. സ്റ്റോണിയിൽ വെച്ച് ഡസൻ എന്തെങ്കിലും സംഭവിച്ചാൽ വെസ്റ്റ് ലുക്കോസിയിൽ നിന്ന് സൈന്യവുമായി റൂഫസ് റൈസ് ഇരച്ചു വരുമെന്നാണ് ഡസൻ പറയുന്നതിന്റെ അർത്ഥം. അത് കേട്ടതും നെസ്റ്റർ ഡസനോട് പറഞ്ഞു, രാജകുമാര, ആ ഭയം പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ ഇരുന്നത്. ഇപ്പൊ പക്ഷേ ഞങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും എന്ന സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഡസൻ, നിങ്ങൾ എന്താ പറയുന്നത്? രാജകുമാര, വെസ്റ്റ് ലുക്കോസിയ കൊട്ടാരം എപ്പോ വേണമെങ്കിലും വീഴും. വെസ്റ്റ് ലുക്കോസിയിലെ റൂഫസ് റൈസിന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നാണ് നെസ്റ്റർ ഡസനോട് പറഞ്ഞത്. വെസ്റ്റ് ലുക്കോസിയിലെ കൊട്ടാരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നെസ്റ്ററുടെ വാക്കുകളിലുണ്ട്. അത് കേട്ടതും ഡസൻ നെസ്റ്ററോട് പറഞ്ഞു, നെസ്റ്റർ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതി എന്നെ തീർത്ത് കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. എനിക്ക് സപ്പോർട്ട് വരും. ഡസൻ റൈസ് സപ്പോർട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചതും നെസ്റ്റർ നെസ്റ്ററോട് പറഞ്ഞു, രാജകുമാര, അതൊന്നും വരത്തില്ല. നെസ്റ്റർ ശരിക്കും കൂളായിട്ടാണ് ആ വാചകം പറഞ്ഞത്. നെസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോ ഡസനും ഒരു അമ്പരപ്പുണ്ട്. ഡസനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നെസ്റ്റർ അയാളുടെ അനുയായികളോട് പറഞ്ഞു, അറ്റാക്ക്. ഇനി അധിക നേരം ഡസൻ റൈസുമായി സംസാരിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നെസ്റ്റർ അങ്ങനെ ഒരു ആജ്ഞ കൊടുത്തത്. ആ ആജ്ഞ കിട്ടിയ നിമിഷത്തിൽ ആ കുതിരപ്പടയാളികൾ മുന്നോട്ട് കുതിക്കുകയാണ്. തനിക്ക് നേരെ ശരിക്കും ശക്തമായി തിര അടിച്ചു വരും പോലെ ആ സൈന്യം പാഞ്ഞു വരുന്ന കണ്ടതും ഡസൻ അയാളുടെ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തി. ബ്ലാക്ക് സോൾട്ട്. അങ്ങനെ ഡസൻ പറഞ്ഞതും ആകാശത്ത് പെട്ടെന്ന് ഒരു കൊള്ളിയാൻ മിന്നിയതുപോലെ ഒരു പ്രകാശമുണ്ടായി. ഒരു പ്രകാശം ആ വനത്തിനകത്തേക്ക് മരങ്ങൾക്കിടയിലൂടെ അതിവേഗം പാഞ്ഞിറങ്ങുകയായിരുന്നു. ശരിക്കും ആ പ്രകാശത്തിന് കറുപ്പ് നിറമാണുള്ളത്. കറുപ്പ് കലർന്ന ആ പ്രകാശത്തിന് ചുറ്റും ഒരു വെളുത്ത പ്രകാശം. ആ കറുത്ത പ്രകാശത്തിന് അതിവേഗതയിലുള്ള ആ വനത്തിലുള്ള എൻട്രി ലേശം അമ്പരപ്പോടെയാണ് ആ കുതിരപ്പടയാളികൾ കണ്ടത്. അവർ ആ പ്രകാശത്തിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ ഡസൻ റൈസിന്റെ കയ്യിലേക്ക് ഒരു വാള് വന്നു കഴിഞ്ഞു. ആ മുഴുവൻ പ്രകാശവും ആ വാളിലേക്ക് അങ്ങ് ലയിച്ചു. ഡസൻ ആ വാള് ആ പാഞ്ഞു വരുന്ന കുതിരപ്പടയാളികളുടെ നേരെ നീക്കിയതും ഒരു സംഘടനം ആരംഭിക്കുകയാണ്. അൺബിലീവബിൾ എന്ന് പറയുന്ന വേഗതയിൽ ആ വാള് ശരിക്കും ഒരു കറുത്ത പ്രകാശമായി ഇടത്തുനിന്ന് വലതുവശത്തേക്ക് അങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഡസൻ റൈസ് ആ വാളിനൊപ്പം മുന്നോട്ട് ചലിക്കുമ്പോൾ ഒരു ഏകാംഗ സൈന്യം അയാൾ വളഞ്ഞിരിക്കുന്ന വൻ സൈന്യത്തെ സർവശക്തി ഉപയോഗിച്ച് നേരിടുന്ന കാഴ്ചയാണ് നെസ്റ്റർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നെസ്റ്റർ മാത്രമല്ല, മാർക്ക് മോംഗോമറിയും അയാൾക്കൊപ്പമുള്ള ആളുകളും ഒക്കെ ആ കാഴ്ച കാണുകയാണ്. ശരിക്കും ശക്തനാണ് ഡസൻ എന്ന് ആ ഫൈറ്റ് വിളിച്ചു പറയുകയാണ്. ഡസൻ റൈസ് അതിവേഗം ആ പാഞ്ഞു വരുന്ന സൈന്യത്തിന് നേരെ പാഞ്ഞു കയറുമ്പോൾ നെസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. നെസ്റ്റർ പുഞ്ചിരിയോടുകൂടി ഡസനോട് പറഞ്ഞു, രാജകുമാര, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സൈന്യത്തെ മറികടക്കാൻ നിങ്ങൾക്കാവില്ല. നെസ്റ്റർ അത് പറയുമ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. ശരിക്കും കടല് പോലെ കിടക്കുകയാണ് ആ സൈന്യം. ആ സൈന്യത്തിന്റെ എൻഡ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ഡസൻ എത്ര ശക്തനാണെങ്കിലും അത്രയും ആളുകളെ കൊന്നൊടുക്കാൻ ഡസൻ വിചാരിച്ചാൽ പറ്റില്ല. ഡസന് പരമാവധി 500 1000 അല്ലെങ്കിൽ അതിശക്തനായതുകൊണ്ട് ഒരു 10,000 പേര് വരെ കൊല്ലാൻ പറ്റിയേക്കും. അതിനും അപ്പുറത്തേക്ക് ഡസനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോഴേക്കും ഡസൻ ക്ഷീണിച്ച് അവശനായിട്ടുണ്ടാവും. ആ നിമിഷത്തിൽ ആർക്ക് വേണമെങ്കിലും ഡസനെ കൊല്ലാൻ കഴിയും. ആ അവസരത്തിന് വേണ്ടി നെസ്റ്റർ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സൺ ടെമ്പിളിലേക്കുള്ള ആ വഴിയിലൂടെ വിശ്വസിക്കാൻ കഴിയാത്ത വേഗതയിൽ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. വേൾഡ് ഷെയ്ക്കിംഗ് ലിസ്റ്റിലെ 3ാം റാങ്കുകാരനായ ബായ് ലീ ആണ്
അതിവേഗം നടന്നു വരുന്നത്. അയാളുടെ സ്റ്റെപ്പുകൾ സാധാരണഗതിയിലുള്ള നമ്മുടെ സ്റ്റെപ്പുകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊരു 5 സ്റ്റെപ്പ് കവർ ചെയ്യാൻ എടുക്കുന്ന ആ ദൂരം അയാൾ ഒറ്റ സ്റ്റെപ്പിൽ കവർ ചെയ്യുകയാണ്. ശരിക്കും അയാൾ നടക്കുകയാണോ ഓടുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വേഗതയിൽ അയാൾ അതിവേഗം നടന്നു വരികയാണ്. ബാലി അങ്ങനെ നടക്കുമ്പോൾ ശരിക്കും അയാൾക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ട്. അയാളുടെ മുതുകിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രാഗൺ ബേർഡ് എന്ന് വിളിക്കുന്ന ആ വാളിൽ നിന്നുള്ള പ്രകാശം ബാലിക്ക് ചുറ്റും ഒരു വലയം തന്നെ, ഒരു ഓറ തന്നെ തീർത്തിട്ടുണ്ട്. ആ ഓറയ്ക്കകത്തുകൂടി ബായിലി അതിവേഗം നടക്കുമ്പോൾ പെട്ടെന്ന് ബായിലിന്റെ മുന്നിൽ ഒരു വാള് വന്ന് കുത്തനെ നിന്നു. ബായിലിയുടെ വഴി തടഞ്ഞുകൊണ്ടാണ് ആ വാള് കുത്തനെ വന്ന് നിന്നത്. പെട്ടെന്ന് ബായിലങ്ങ് നിന്നു. ആ വാളിനൊപ്പം ഒരു ചെറുപ്പക്കാരൻ ആകാശത്ത് നിന്ന് താഴേക്കെത്തി. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ബായിലിയെ കണ്ടതും ബായിലിയോട് പറഞ്ഞു, മഹാനായ സോട്ട് മാസ്റ്റർ, അങ്ങേ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബായിലിയുടെ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും ബായിലി ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ് നീ ടൈലർ ജെയ്ഡിങ് അല്ലേ? അതേ മാസ്റ്റർ, ഞാൻ ടൈലർ ജെയ്ഡിങ് ആണ്. ഓക്കെ ടൈലർ ജെയ്ഡിങ്, നീ ശരിക്കും വളർന്നിരിക്കുന്നു, ശരിക്കും ശക്തനായിരിക്കുകയാണല്ലോ. ബായിലേക്ക് തൊട്ട് താഴെ വേൾഡ് ഷെയ്ക്കിംഗ് ലിസ്റ്റിൽ 4ാം റാങ്കുകാരനാണ് ടൈലർ ജെയ്ഡിങ്. വാണ്ടറിംഗ് സോട്ട്മാൻ എന്നാണ് അയാളെ എല്ലാവരും വിളിക്കുക. അയാളിങ്ങനെ രാജ്യം മുഴുവൻ അലഞ്ഞു തിരിയുന്ന ആളാണ്. വാൾപൈറ്റിൽ ടൈലർ ജെയ്ഡിങ് ഒരു സംഭവമാണെന്ന് സ്റ്റോറിയിലെ എല്ലാവർക്കും അറിയാം. ആ ടൈലർ ജെയ്ഡിങ് ആണ് ഇതാ ബായിലിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. മാസ്റ്റർ, മാസ്റ്റർ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാസ്റ്റർ, എനിക്ക് അങ്ങയുടെ ആ വാളും തരുമോ? ഹേയ് ടൈലർ, ഈ വാള് ഞാൻ ആർക്കും കൊടുക്കില്ല. മാസ്റ്റർ, വാളുകളുടെ ഒരു ശേഖരം എൻ്റെ കൈവശമുണ്ട്. ഏത് നല്ല വാള് കണ്ടാലും അത് സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിനോദമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല വാളെന്ന് അറിയപ്പെടുന്നത് അങ്ങയുടെ ഈ ഡ്രാഗൺ ബേർഡ് അല്ലേ? അത് എനിക്ക് വേണം. ഹേയ് ടൈലർ, അത് ബുദ്ധിമുട്ടാവുമല്ലോ. ടൈലറും ബായിലിയും തമ്മിൽ മുഖാമുഖം അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ദൂരെ മറ്റൊരു സ്ഥലത്ത് ആദം സ്പാനർ കാറിൽ അതിവേഗം പാഞ്ഞു വരികയാണ്. അയാളുടെ ലക്ഷ്യം സൺ ടെമ്പിളാണ്. അയാളുടെ തൊട്ടുപുറകുള്ള സീറ്റിൽ ആ 2 ലേഡി ഓഫീസേഴ്സ് ഉണ്ട്. അവരോട് ആദം സ്പാനർ ചോദിച്ചു, നിങ്ങൾ സ്കാർലറ്റിനെ കോൺടാക്ട് ചെയ്തില്ലേ? ഗോഡ്ഫാർ, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. സ്കാർലറ്റ് മാഡം ഒരു മിഷന്റെ ഭാഗമായി ദൂരെ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. ഞങ്ങൾ മാഡം മടങ്ങി വരുമ്പോൾ വിവരം ധരിപ്പിക്കാനായി ഒരു കുറിപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടതും ആദം ഉറക്കെ ആ ലേഡീസിനോട് പറഞ്ഞു, ഇത് ചതിയാണ്. ആരോ മനഃപൂർവ്വം ചതി ഒരുക്കിയതാണ്. എന്റെ സ്പാനർ കുടുംബവും അതിന്റെ ഭാഗമായോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡസൺ റൈസ് എന്ന ലോഗൻ റൈസ് സൺ ടെമ്പിളിൽ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയാവുന്ന സ്പാനർ കുടുംബത്തിലെ ആ 2 ഗോഡ് ഓഫ് വാറുകളെയും 2 മിഷന്റെ ചുമതല കൊടുത്ത് 2 ഭാഗത്തേക്ക് അയച്ചതാണ്. ഒരു കാരണവശാലും അവർ ലോഗൻ റൈസിനെ രക്ഷിക്കാനായി സ്ഥലത്തെത്തരുതെന്ന് സ്പാനർ കുടുംബത്തിന്റെ കാരണവന്മാർക്ക് നിർബന്ധമുണ്ടെന്ന് വ്യക്തം. സ്പാനർ കുടുംബം അത്തരത്തിലൊരു തീരുമാനമെടുത്തതിന്റെ പിന്നിൽ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനോടുള്ള ഭയമായിരിക്കണം. ആ കാര്യം മനസ്സിലാക്കിയ ആദം സ്പാനർ ഉറക്കെ ഡ്രൈവറോട് പറഞ്ഞു, സ്പീഡ് കൂട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് ലോഗൻ അടുത്തെത്തണം. അത് കേട്ടതും പുറകിരിക്കുന്ന ആ ലേഡി ഓഫീസേഴ്സിൽ ഒരാൾ ആദം സ്പാനറോട് പറഞ്ഞു, ഗോഡ്ഫാർ, ഡസൺ സുരക്ഷിതനായിരിക്കും, പേടിക്കുന്നത് വേണ്ട. അങ്ങനെ അല്ല, ഇപ്രാവശ്യം വിഷയം അതല്ല. ലോഗൻ ആകെ പ്രശ്നത്തിലാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദം സ്പാനർ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഡസൺ പ്ലീസ് പിടിച്ചു നിൽക്കെ, ഞാൻ ഇപ്പൊ വരും. അങ്ങനെ ആദം സ്പാനർ പറയുമ്പോഴേക്കും അയാളുടെ വാഹന വ്യൂഹം പെട്ടെന്ന് സ്റ്റോപ്പായി. ആദം ഡ്രൈവറോട് ചോദിച്ചു, എന്തുപറ്റി? സാർ, മുന്നിലുള്ള വാഹനങ്ങളൊക്കെ നിന്നിരിക്കുന്നു. അത് കേട്ടതും ആദം സ്പാനർ മുന്നിലോട്ട് നോക്കുമ്പോൾ ഏറ്റവും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് അയാളുടെ ആളുകൾ പുറത്തിറങ്ങുന്നതാണ് കാണുന്നത്. ആദമും പെട്ടെന്ന് പുറത്തിറങ്ങി. ആദം കാറിൽ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഓടി ആദത്തിന്റെ അടുത്തേക്ക് വന്നു. എന്താ സംഭവം? സർ, ഒരു ട്രക്ക് നമ്മുടെ വഴി തടഞ്ഞിരിക്കുകയാണ്. സർ, മനഃപൂർവ്വം അവര് തടഞ്ഞതാണ്. മനഃപൂർവ്വം തടഞ്ഞെന്നോ? അങ്ങനെ ആദം ചോദിക്കുമ്പോഴേക്കും ട്രക്കിന്റെ മുൻഭാഗത്ത് ഒരു ആയുധധാരിയായ മനുഷ്യൻ നിൽക്കുന്നത് കൃത്യമായി കാണാം. എന്തിനാ ട്രക്ക് അങ്ങനെ പാർക്ക് ചെയ്തേ? എടുത്തു മാറ്റ്. ആദം ഉറക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ക്രോസ് ആയിട്ടിരിക്കുന്ന ട്രക്കിനടുത്തേക്ക് നടന്നു വരുമ്പോൾ ആ മനുഷ്യൻ ആദത്തോട് പറഞ്ഞു, ഗോഡ്ഫാർ, നിങ്ങളെ തടയാനുള്ള നിർദ്ദേശം ഞങ്ങൾക്കുണ്ട്, ദയവായി സഹകരിക്കണം. അങ്ങനെ അയാൾ പറഞ്ഞതും ട്രക്കിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. അതിനകത്തുനിന്ന് കുറെ ഏറെ ആളുകൾ താഴേക്ക് ചാടി. ശരിക്കും മിടുക്കരായ യോദ്ധാക്കളുടെ ഒരു വൻ നിര ആ ട്രക്കിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ആയുധധാരികളായ ആ യോദ്ധാക്കൾ താഴേക്ക് ചാടി നിന്നതും ആദം സ്പാനറുടെ ശ്രദ്ധ അവരുടെ ഡ്രസ്സിലേക്ക് പതിഞ്ഞു. നിങ്ങൾ സ്റ്റെർലിംഗുകാരല്ലേ? സ്റ്റോണിയിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് റേഷു സ്റ്റെർലിംഗ് ആണ്.
ആ റേഷ്യോ സ്റ്റെർലിങ്ങിന്റെ സൈനികരാണ് ഇതാ അവിടെ എത്തിയിരിക്കുന്നത്. റേഷ്യോ സ്റ്റെർലിംഗ് ശരിക്കും ശക്തമായ ഒരു എൻറ്റിറ്റിയാണ്. ആർമിയുമായി ബന്ധമില്ലാത്ത, എന്നാൽ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും സെക്യൂരിറ്റി കൊടുക്കുന്ന റേഷ്യോ സ്റ്റെർലിംഗ് ഒരു വല്ലാത്ത സംവിധാനമാണ്. അവരുടെ തലവൻ റേഷ്യോ അതിശക്തനാണ്. അയാൾക്ക് ആർമിയുമായി ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ആദം സ്പാനറെ പോലുള്ള ആളുകൾക്ക് അയാളെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. റേഷ്യോ സ്റ്റെർലിങ്ങിനെ വരെ ഡസൻ റൈസിനെ കൊല്ലാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ആ നിമിഷത്തിൽ ആദം സ്പാനറിന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലായതും ആദം അയാളുടെ കൂടെയുള്ള ഓഫീസേഴ്സിനോട് പറഞ്ഞു, അറ്റാക്ക്! കേൾക്കേണ്ട താമസം ഗോഡ് ഓഫ് ആദം സ്പാനർ ടീം ആ ട്രക്കിൽ വന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു. അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങ് അകലെ ഒരു വനത്തിൽ സ്കാർലറ്റ് സ്പാനർ ഒരു ടീമുമായി ആ വനം അരിച്ചു പറക്കുകയാണ്. കുറേയേറെ കലാപകാരികൾ ആ വനത്തിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം സ്കാർലറ്റിന് അന്ന് രാവിലെയാണ് കിട്ടിയത്. സ്കാർലറ്റിന് ആ കലാപകാരികളെ തേടിപ്പിടിക്കാനുള്ള നിർദ്ദേശം അതിരാവിലെയാണ് കിട്ടിയത്. ആ നിർദ്ദേശം അനുസരിച്ചാണ് സ്കാർലറ്റ് അവളുടെ ടീമുമായി ആ വനത്തിനകത്തേക്ക് വന്നത്. ആ വനത്തിനകത്തേക്ക് കിടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ സ്കാർലറ്റിന് കഥ മനസ്സിലായി. അവിടെ 3 കള്ളന്മാർ മാത്രമേ ഉള്ളൂ. സ്കാർലറ്റിനെയും ടീമിനെയും കണ്ടപ്പോൾ അവന്മാർ ഓടാൻ തുടങ്ങി. ശരിക്കും ഭീരുക്കളായ ആ 3-4 കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി സ്റ്റോണിയിൽ നിന്ന് വളരെ ദൂരെ ആ കാടിനകത്തേക്ക് തന്നെ അയച്ചത് എന്തോ ഒരു ചതിയുടെ ഭാഗമായി പെട്ടെന്ന് സ്കാർലറ്റിന് തോന്നി. താൻ സ്റ്റോണിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആരോ ഒരുക്കിയ ഒരു ചതി. അങ്ങനെയാണ് പെട്ടെന്ന് സ്കാർലറ്റിന് തോന്നിയത്. അത് മനസ്സിലാക്കിയ സ്കാർലറ്റ് അതിവേഗം സ്റ്റോണിക്ക് മടങ്ങാൻ അവളുടെ ടീമിന് നിർദ്ദേശം കൊടുത്തു. ഇതേ സമയത്ത് സ്റ്റോണിയിലെ ഫോർബിഡൻ സിറ്റിക്കകത്ത് രാജകൊട്ടാരത്തിലെ ഒരു പടിക്കെട്ട് വഴി മാർഗറ്റ് അതിവേഗം താഴേക്ക് ഇറങ്ങി വരികയാണ്. ശരിക്കും മാർഗറ്റ് ധൃതിയില നടക്കുന്നത്. മാർഗറ്റ് പടിക്കെട്ടിൽ ഇറങ്ങി താഴേക്ക് വരുന്നതനുസരിച്ച് ആ പടിക്കെട്ടിന്റെ പല ഭാഗത്തായുള്ള വാതിലുകൾ അവിടെയുള്ള ബോഡി ഗാർഡുകൾ അതിവേഗം തുറന്നു കൊടുക്കുകയാണ്. പടിക്കെട്ടിൽ ഇറങ്ങി മാർഗറ്റ് താഴെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും ജയിൽ മുറികളാണ്. ആ ജയിൽ മുറികളുടെ മുന്നിലൂടെ അതിവേഗം മുന്നോട്ട് നടന്ന മാർഗറ്റ് അവസാനത്തെ മുറിയുടെ മുന്നിലെത്തി. ശരിക്കും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മുറിയുടെ മുന്നിലാണ് മാർഗറ്റ് എത്തിയത്. മാർഗറ്റ് അവിടെ എത്തിയതും ഗാർഡുകൾ വാതിൽ തുറന്നു. മാർഗറ്റ് അകത്തേക്ക് കയറി. അവിടെ ഒരു മേശയ്ക്ക് അപ്പുറത്തായി ഒരു പ്രായമുള്ള മനുഷ്യൻ ഇരിക്കുകയാണ്. അയാളുടെ മുന്നിൽ മേശപ്പുറത്ത് ഒരു ഷീറ്റ് പേപ്പർ കിടപ്പുണ്ട്. നേരത്തെ സ്റ്റോണിയിൽ ഫൈറ്റേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ആ ഓഫീസിൽ നമ്മൾ കണ്ട അതേ റാങ്ക് ലിസ്റ്റ് ഇവിടെ ആ മനുഷ്യന്റെ മുന്നിൽ കിടപ്പുണ്ട്. മാർഗറ്റിനെ കണ്ടതും അയാൾ മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, ശരിക്കും പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. അയാളുടെ മുന്നിലുള്ള ആ ലിസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ മാർഗറ്റിനോട് അങ്ങനെ പറഞ്ഞത്. മാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? മാർഗറ്റ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ തേടി വരാൻ പോവുകയാണ്. നമ്മുടെ സ്ട്രെങ്ത് ഇവിടെ സ്റ്റോണിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രാഗൺ വെയിനാണ്. ആ ഡ്രാഗൺ വെയിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡ്രാഗൺ മാർഷ് കിങ്ഡം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഭയം തോന്നുന്നു ആ ഡ്രാഗൺ വെയിന്റെ കാര്യത്തിൽ. മാസ്റ്റർ എന്തായി പറയുന്നേ? മാർഗറ്റ്, ഡ്രാഗൺ വെയിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് ഒരു തോന്നൽ. അതുമാത്രമല്ല, ഈ ലിസ്റ്റിൽ കാണുന്ന യോദ്ധാക്കളുടെ ക്രമം മാറാൻ പോവുകയാണ്. ആ ലിസ്റ്റിലെ 2ാം റാങ്കുകാരൻ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവൻ ലീ യുവാൻ വു ആണ്. അയാൾ മുതൽ 10ാം റാങ്കുകാരനായ നെസ്റ്റർ വരെ മാർഗറ്റിന് നന്നായിട്ട് അറിയാം. മാർഗറ്റ് ആ ലിസ്റ്റിലൂടെ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ മാസ്റ്റർ മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, അച്ഛനോട് കാര്യങ്ങൾ പറ. അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മാർഗരറ്റും അവളുടെ മാസ്റ്ററും തമ്മിൽ ആ കൊട്ടാരത്തിനടിയിലെ ആ ജയിൽ മുറിയിൽ വെച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ആ സൺ മൗണ്ടന്റെ താഴെ ഡസൻ റൈസ് ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഡസൻ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡസൻ ആളുകളെ കൊല്ലുമ്പോൾ വീണ്ടും ആളുകൾ മുന്നോട്ട് വരികയാണ്. ഒരു തിര ഒഴിയുമ്പോൾ അടുത്ത തിര എന്ന് പറയും പോലെ തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാലാൾപ്പടയും കുതിരപ്പടയും ഇഷ്ടം പോലെ ആ കാട്ടിനകത്തുണ്ടെന്ന് അർത്ഥം. എല്ലാ വശത്തുകൂടിയും ഡസൻ വളയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡസന്റെ കഴിവിന്റെ പരമാവധി അവിടെ പ്രയോജനപ്പെടുത്തുകയാണ്. തന്നെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഒരു ദയവുമില്ലാതെ ഡസൻ അങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച മാർക്ക് മോൺഗോമറിയും നെസ്റ്ററും 2 ദിക്കിൽ നിന്ന് കാണുന്നുണ്ട്. നെസ്റ്റർ ആ കാഴ്ച കണ്ടപ്പോൾ അറിയാതെ സ്വയം പറഞ്ഞു പോവുകയാണ്, ലോഗൻ ശരിക്കും ഡെവലപ്പായിരിക്കുകയാണല്ലോ. ഏകദേശം 1 വർഷം മുമ്പാണ് ഡസൻ റൈസിനെ സ്വിൻഡൽ വെച്ച് നെസ്റ്റർ കാണുന്നത്. അന്ന് നെസ്റ്ററെ ആക്രമിച്ച ഡസ്റ്റിന്റെ ശക്തി നെസ്റ്റർ അളന്നതാണ്. ആ ഡസ്റ്റിനേക്കാൾ ഇപ്പോഴത്തെ ഡസ്റ്റിൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് നെസ്റ്റർക്ക് ഒരു തോന്നൽ. പക്ഷെ അപ്പോഴും നെസ്റ്ററുടെ മുഖത്ത് ആ പുഞ്ചിരിയുണ്ട്. അതിന്റെ കാരണം അങ്ങനെ കടൽ പോലെ കിടക്കുന്ന ആ സൈന്യത്തിനെയാണ്
ഡസൻ ഇനി ആരാണെന്ന് പറഞ്ഞാലും ശരി, ആ മുഴുവൻ ആളുകളെ കൊന്നൊടുക്കാൻ ഡസനെ കൊണ്ട് പറ്റത്തില്ല. ഡസൻ തളർന്ന് വീഴുന്ന ആ നിമിഷത്തിന് വേണ്ടി നെസ്റ്റർ അങ്ങനെ കാത്തിരിക്കുകയാണ്. നെസ്റ്ററുടെ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് മാർക്ക് മോൺഗോമറിക്ക് ഉള്ളത്. അയാളും അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഡസൻ റൈസ് ആ സൈന്യത്തെ കൊന്നൊടുക്കുമ്പോൾ മാർക്ക് മോൺഗോമറിയുടെ ഉള്ളിൽ ഒരു പിടയിലുണ്ട്. പക്ഷെ കൊല്ലപ്പെടുന്നത് അയാളുടെ സൈന്യമല്ല എന്നതുകൊണ്ട് മാത്രം അയാൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രം. ആളുകളെ ചാവാൻ വേണ്ടി നെസ്റ്റർ അങ്ങ് വിട്ടിരിക്കുകയാണ്. നെസ്റ്റർക്ക് ഡസൻ റൈസിനെ നേരിടാവുന്നതേ ഉള്ളൂ. അതിനു പകരം അയാൾ ആളുകളെ ഉപയോഗിച്ച് ഡസനെ നേരിടുകയാണ്. നെസ്റ്ററെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ മാർക്ക് മോൺഗോമറിക്ക് ഉണ്ട്. മാർക്ക് മോൺഗോമറി നെസ്റ്ററെയും ഡസൻ റൈസിനെയും അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ദൂരെ സൈന്യത്തിന്റെ പുറകു ഭാഗത്ത് ഒരു വെളുത്ത മേഘം പതുക്കെ രൂപപ്പെട്ടു വരികയാണ്. ശരിക്കും ഒരു മൂടൽ മഞ്ഞാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. വെളുത്ത മൂടൽ മഞ്ഞ്. ആ സൈന്യത്തിന്റെ ഏറ്റവും പുറകുഭാഗത്തുനിന്ന് രൂപപ്പെട്ട ആ വെളുത്ത മൂടൽ മഞ്ഞ് കാറ്റടിച്ച് അതിവേഗം മുന്നോട്ട് വരികയാണ്. ആ മൂടൽ മഞ്ഞ് പെട്ടെന്ന് സൈന്യത്തിന് മുകളിലൂടെ അങ്ങനെ പടർന്നു വരുമ്പോൾ ഒരു അമ്പരപ്പ് പലർക്കും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ആ സുന്ദരിയായ സ്ത്രീയുടെ ടീമിനാണ് ആദ്യം ആ അമ്പരപ്പ് തോന്നിയത്. ഒരു വല്ലാത്ത നിഴൽ ആ ഭാഗത്ത് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ആ സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന അവളുടെ അടുത്ത് നിൽക്കുന്ന തോമസിനോട് ചോദിച്ചു, സർ തോമസ്, ഈ പകൽ ഇങ്ങനൊരു നിഴൽ ഉണ്ടാകുക സ്വാഭാവികമല്ലല്ലോ. ശരിക്കും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുള്ള വനമാണ്. ആ വനത്തിനകത്ത് സൂര്യപ്രകാശം കിട്ടുന്ന സമയമാണ് ആ ഉച്ച സമയം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ആ വനത്തിനുള്ളിൽ വെളുത്ത മൂടൽ മഞ്ഞിന്റെ ഒരു ആവരണം ഉണ്ടായത് ഒരു ശരിയായ പരിപാടി അല്ലല്ലോ എന്നൊരു തോന്നൽ ആ സുന്ദരി പങ്കുവെച്ചപ്പോൾ തോമസും സുന്ദരിയോട് പറഞ്ഞു, അതെ അതെ, എനിക്കും എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്യുകയാണ്. ഈ മൂടൽ മഞ്ഞ് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ തോമസ് അങ്ങനെ പറഞ്ഞതും ആ സുന്ദരിക്കൊപ്പം ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ വെട്ടിയിട്ട വാഴത്തട പോലെ പെട്ടെന്ന് താഴേക്ക് വീണു. എന്താണ് സംഭവിച്ചതെന്ന് ആ സുന്ദരിക്ക് മനസ്സിലായില്ല. അവളുടെ ടീമിലെ ആളുകളാണ് ആദ്യം താഴേക്ക് വീണത്. അമ്പരപ്പോടെ താഴെ വീണ ആളുകളെ ആ സുന്ദരി നോക്കുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അവളുടെ ടീമുമായി തൊട്ടു ചേർന്ന് നിന്നിരുന്ന ആളുകൾ ഒന്നൊന്നായി താഴേക്ക് വീഴുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആ കാഴ്ച. മനുഷ്യർ മാത്രമല്ല താഴേക്ക് വീണത്, കുതിരപ്പുറത്തുണ്ടായിരുന്ന ആളുകൾ കുതിര ഒപ്പമാണ് താഴേക്ക് വീണത്. കുതിരയും മനുഷ്യനെയും ഒരുപോലെ താഴെ വീഴ്ത്തിയത് എന്താണ് എന്നതിനെ കുറിച്ച് ആ സുന്ദരിയും ആ ഗ്രാൻഡ് മാസ്റ്റർ തോമസും ആലോചിക്കുമ്പോഴേക്കും അവർക്ക് ആ സൈന്യത്തിന്റെ അങ്ങേയറ്റം കാണാൻ കഴിയുന്ന ശൈലിയിലേക്ക് ആളുകൾ താഴെ വീണു കഴിഞ്ഞു. ആളുകളും കുതിരകളും താഴെ വീഴുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കരച്ചിലും അലർച്ചയും മുൻഭാഗത്തുണ്ടായിരുന്ന നെസ്റ്ററുടെയും അതുപോലെ മാർക്ക് മോൺഗോമറിന്റെയും ശ്രദ്ധയപ്പെട്ടു. അവരും അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് തൊട്ടു പുറകെയുള്ള സൈന്യം അതിവേഗതയിൽ താഴേക്ക് വീഴുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിനോ അതുപോലെ നെസ്റ്റർക്കോ അറിയത്തില്ല. പക്ഷേ ആളുകൾ ഒന്നിറങ്ങി താഴേക്ക് വീഴുകയാണ്. പെട്ടെന്ന് മാർക്ക് നെസ്റ്ററോട് വിളിച്ചു പറഞ്ഞു, നെസ്റ്റർ, ഇതൊന്ന് വിഷപ്പുകയാണ്. വിഷപ്പുകയാണെന്ന് മാർക്ക് മോൺഗോമറി പറഞ്ഞപ്പോൾ നെസ്റ്റർ അയാളുടെ രണ്ട് കൈയും വാക്കി നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ആകാശത്തേക്ക് ഒരു ഒറ്റ ഊത്ത്. ശരിക്കും അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന കാറ്റ് ഒരു കൊടുങ്കാറ്റ് തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ്. ആ കാറ്റ് അതിവേഗം മുകളിലേക്ക് പാഞ്ഞു കയറിയതും ആ കാറ്റ് കടന്നു പോകുന്ന വഴിയിലുണ്ടായിരുന്ന മുഴുവൻ ആ വെളുത്ത മൂടൽ മഞ്ഞും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. ശരിക്കും ഒരു പാത നിമിഷ നേരം കൊണ്ട് ആകാശത്ത് നെസ്റ്റർ സൃഷ്ടിച്ചിരിക്കുകയാണ്. നെസ്റ്റർ സൃഷ്ടിച്ച പാതയുടെ ഇരുപുറത്തുമുള്ള സ്ഥലത്തുള്ള പട്ടാളക്കാർ അപ്പോഴും താഴേക്ക് വീഴുന്നുണ്ട്. നെസ്റ്റർ പെട്ടെന്ന് വീണ്ടും ഒരു കാറ്റ് സൃഷ്ടിച്ചു. ആ കാറ്റ് ആ വനപ്രദേശത്തുണ്ടായിരുന്ന ഒട്ടുമുക്കാൽ മൂടൽ മഞ്ഞിനെയും അതിവേഗമാണ് അവിടെ തുടച്ചു മാറ്റുന്നത്. ശരിക്കും അയാളുടെ ആ പ്രവൃത്തി മാർക്ക് മോൺഗോമറിയെ തെല്ലുന്നൂല അമ്പരപ്പിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഭയപ്പെടുത്തി എന്ന് പറയുന്നതാണ് ശരി. ആ ഭയം മാർക്കിന് മാത്രമല്ല, ഗ്രാൻഡ് മാസ്റ്റർ തോമസിനും അതുപോലെ ആ സുന്ദരിക്കുമുണ്ട്. അവരും ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സായ സുന്ദരിയും തോമസും അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ മാർക്ക് മോൺഗോമറിയും നെസ്റ്ററുടെ ആ അഭ്യാസത്തിൽ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അതിവേഗമാണ് അവിടെ പടർന്ന ആ വിഷ മൂടൽ മഞ്ഞിനെ നെസ്റ്റർ തുടച്ചു മാറ്റിയത്. ആ മേഘങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന കണ്ടതും നെസ്റ്റർ ഉറക്കെ ചോദിച്ചു, ആരാ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. നെസ്റ്ററുടെ ശബ്ദം ശരിക്കും ആ വനം മുഴുവൻ മുഴങ്ങുകയാണ്. നെസ്റ്റർ അല്പം മുകൾ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അയാൾക്ക് താഴെയുള്ള സൈന്യത്തെ മുഴുവൻ കാണാം. സൈനികർക്ക് നെസ്റ്റിനെ ഒരുപാട് ആളുകൾ തറയിൽ വീണ് കിടപ്പുണ്ട്. ആ വീണ് കിടക്കുന്ന ആളുകൾക്ക് പുറമെയുള്ള ആളുകൾ നെസ്റ്ററുടെ വാചകം കേട്ട് ചുറ്റും നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ രസകരമായ ഒരു കാഴ്ച ഉണ്ടായി. ശരിക്കും ഒരു കൂറ്റൻ പക്ഷി ആകാശത്തിൽ അങ്ങനെ പറന്നു വരികയാണ്. ഒരു കറുത്ത കഴുകൻ, നല്ല
വലിപ്പമുള്ള കൂറ്റൻ കഴുകൻ അങ്ങോട്ട് പറന്നു വരുമ്പോൾ ആളുകൾ അമ്പരപ്പോടുകൂടി ഒരു കാര്യം കൂടി കണ്ടു. ആ കഴുകന്റെ മുകളിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ പെൺകുട്ടി അതിമനോഹരമായി ആ കഴുകനെ നിയന്ത്രിക്കുകയാണ്. ആ കഴുകന്റെ പുറത്ത് താഴെയുള്ള സൈന്യത്തിന് മുകളിലൂടെ ഒന്ന് റൗണ്ട് അടിച്ച ആ പെൺകുട്ടി ഉറക്കെ താഴേക്ക് വിളിച്ചു പറഞ്ഞു, ഏയ്, ഞാൻ നിങ്ങളെ മുഴുവൻ കൊല്ലാൻ പോവുകയാണ്. കൊല്ലപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോ സ്ഥലം വിടണം. ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും ഡസൻ മുകളിലേക്ക് നോക്കി. ഡസൻ മുകളിലേക്ക് നോക്കിയത് ആ പെൺകുട്ടിയും കണ്ടു. പെൺകുട്ടി ഡസൻ നോക്കി ഉറക്കെ വിളിച്ചു, അങ്കിൾ, ഞാൻ എത്തി, അബിഗൽ ഞാൻ കണ്ടു. ഡസൻ താഴ്ന്ന് വിളിച്ചു പറയുമ്പോഴും ഡസൻ താഴെയുള്ള സൈന്യമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡസൻ ആ മറുപടി പറഞ്ഞതും അബിഗൽ ഒരിക്കൽ കൂടി റൗണ്ട് അടിച്ചിട്ട് ഉറക്കെ താഴെയുള്ള നെസ്റ്റോട് പറഞ്ഞു, ഏയ്, എത്രയും പെട്ടെന്ന് നിങ്ങളിവിടുന്ന് പിന്മാറണം. അത് കേട്ടതും നെസ്റ്റ് അബിഗലിനോട് ചോദിച്ചു, ഏയ് കുട്ടി, നിന്റെ ഈ കയ്യിലുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാമെന്ന് നീ ധരിച്ചിരിക്കുകയാണ്. നിനക്ക് ഞങ്ങൾ ആരെന്ന് അറിയാവൂ. നിങ്ങൾ ആരായാലും എനിക്കെന്താ. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞാൻ കൊല്ലും. അബീഗൽ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതും നെസ്റ്റർ അബീഗലിനോട് പറഞ്ഞു, ഏയ്, നിന്റെ ഈ ചെപ്പടി വിദ്യയൊന്നും ഞങ്ങളെടുത്ത് വേണ്ട. ചെപ്പടി വിദ്യ കാണിച്ച് നിനക്ക് കുറച്ച് ആളുകളെ പറ്റിക്കാൻ പറ്റിയേക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നിനക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. നെസ്റ്റർ അത് പറഞ്ഞതും അബീഗൽ അവളുടെ കയ്യിലിരുന്ന കറുത്ത ബോള് അതിവേഗം താഴേക്ക് ഒരു ഒറ്റയേറി. താഴെ നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് അബീഗൽ ആ കറുത്ത ബോള് താഴേക്ക് എറിഞ്ഞത്. ആ കറുത്ത ബോള് അന്തരീക്ഷത്തിലൂടെ താഴേക്ക് അതിവേഗം പാഞ്ഞു വരുന്നത് ശരിക്കും അമ്പരപ്പെടുകയാണ് ആ സൈന്യം കണ്ടത്. ആ കറുത്ത ബോള് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ആളുകൾ 4 ഭാഗത്തേക്ക് ഓടി മാറി. ആ ബോള് തറയിൽ വന്ന് ഒന്ന് ഇടിച്ചു. ആ ബോള് തറയിൽ ഒന്ന് ഇടിച്ചതും ശരിക്കും ഒരു സ്ഫോടനം ഉണ്ടായി. ഒരു ബലൂൺ പൊട്ടുമ്പോഴുള്ളൊരു സ്ഫോടനം. ആ സ്ഫോടനം ഉണ്ടായതും ആ കറുത്ത ബോള് വീണ ഭാഗത്തു നിന്ന് ഒരു കറുത്ത പുക ചുറ്റും അങ്ങ് പടരുകയാണ്. ആ കറുത്ത പുക അതിവേഗം ചുറ്റും അങ്ങ് പടർന്നതും കുറച്ച് ദൂരെ നിൽക്കുന്ന നെസ്റ്ററും മോൺഗോമറിയൊക്കെ ഞെട്ടലോടുകൂടി ആ കാഴ്ച കണ്ടു. ആ കറുത്ത പുക സേനയുടെ ഇടയിലേക്ക് പടർന്നു കയറിയതും ആ കറുത്ത പുക സ്പർശിച്ച ആളുകളുടെ ഡ്രസ്സ് പെട്ടെന്ന് അഴുകി തുടങ്ങി. പടച്ചട്ടകൾ അണിഞ്ഞിരിക്കുന്ന ആ സേനയുടെ പടച്ചട്ട ഉൾപ്പെടെ അഴുകുകയാണ്. ആ കറുത്ത പുക സ്പർശിക്കുന്ന ഭാഗം മുഴുവൻ അഴുകി തുടങ്ങി. തുണി അഴുകി താഴേക്ക് വീണ ആ നിമിഷത്തിൽ ആളുകൾ ഒരു കാര്യം കൂടി കണ്ടു. ആ കറുത്ത പുക സ്പർശിച്ച ശരീരഭാഗവും അതിവേഗം അഴുകുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ കറുത്ത പുക സ്പർശിച്ച ആളുടെ ശരീരം വെറും എല്ലു മാത്രമായി മാറി. അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രവും മജ്ജയും മാംസവും ഒക്കെ അഴുകി താഴേക്ക് അങ്ങനെ വീഴുന്ന കാഴ്ച കണ്ട ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടി തുടങ്ങി. എങ്ങോട്ട് നോക്കിയാലും അഴുകി വീഴുന്ന ആളുകൾ മാത്രം. ആ ഒരൊറ്റ ബോംബ് ഏകദേശം 500 ആളുകളെ ഏതാണ്ട് നിന്ന നിൽപ്പിൽ ഇല്ലാതാക്കി എന്ന് പറയാം. ശരിക്കും ആ സേന അടിമുതൽ വിറച്ചു പോവുകയാണ്. ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നത് അവർക്ക് പരിചയമുള്ള കാര്യമാണ്. പക്ഷെ ഇതുപോലെ തൊട്ടു മുന്നിൽ ഒരാൾ എല്ലു മാത്രമായി മാറുന്ന കാഴ്ച അവർ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതാണ്. 1-2 പേരല്ല, ഏകദേശം 500ഓളം ആളുകളാണ് സെക്കൻഡുകൾ കൊണ്ട് ആ പരുവത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സേനാംഗങ്ങൾ പൂർണ്ണമായും ഭയന്നു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സേനയുടെ കമാൻഡർമാർ നെസ്റ്ററോട് പറഞ്ഞു, ലോർഡ് നെസ്റ്റർ, നമുക്ക് പിന്മാറിയാലോ? ഏയ്, ഇയാൾ എന്തായി പറയുന്നത്? ലോർഡ് നെസ്റ്റർ, ആ പെൺകുട്ടിയുടെ കയ്യിൽ ബോംബ് അപകടമാണ്. നമുക്ക് പിന്മാറിയിട്ട് സുരക്ഷിതമായി അവളെ ആക്രമിക്കുന്നതാണ് നല്ലത്. ഏയ് കമാൻഡർ, ഇത് ഓർഡറാണ്. ഈ യുദ്ധത്തിൽ നിങ്ങൾ മുഴുവൻ പേരും കൊല്ലപ്പെട്ടാലും നിങ്ങൾക്ക് പിന്മാറാനുള്ള അനുവാദം ഉണ്ടാവില്ല. നെസ്റ്റർ ഉത്തരവ് വ്യക്തമാക്കിയതും നെസ്റ്ററോട് സംസാരിച്ച കമാൻഡർ നെസ്റ്ററോട് പറഞ്ഞു, സാർ, അങ്ങ് എന്തു പറഞ്ഞാലും ഇനി യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ സേനാംഗങ്ങളോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് പിന്മാറാം. അയാൾ അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും നെസ്റ്റർ അയാളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാക്കും മുമ്പ് നെസ്റ്ററുടെ കൈ അയാളുടെ കഴുത്തിൽ പതിഞ്ഞിരുന്നു. ശരിക്കും നെസ്റ്റർ അയാളുടെ ഇടത് കൈ കൊണ്ട് ആ കമാൻഡറുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ഞെക്ക്. ചക്കച്ചുള നമ്മൾ ശക്തമായി ഒന്ന് ഞെക്കിയാൽ അതിനകത്തുനിന്ന് ചക്കക്കുരു പുറത്തേക്ക് തെറിക്കും പോലെ നെസ്റ്റർ ആ കഴുത്തിൽ അങ്ങനെ ഞെക്കിയതും ആ കമാൻഡറുടെ തല ആ കഴുത്തിൽ നിന്ന് മുന്നോട്ടങ്ങ് തെറിച്ചു. ശരിക്കും ആ കഴുത്തിന് മുകളിൽ നിന്ന് തലങ്ങ് ഊരി തെറിക്കുകയായിരുന്നു. ഈ കാഴ്ച ഒരുപാട് ആളുകൾ കണ്ടു. തറയിലേക്ക് വീണ തല നെസ്റ്റർ ഒന്ന് തൂക്കിയെടുത്തു. എന്നിട്ട് അയാൾ ആ തല ഒന്ന് കറക്കിയിട്ട് അവിടെ നിൽക്കുന്ന കമാൻഡർമാരോടും അവരുടെ കീഴിലുള്ള സേനയോടായി പറഞ്ഞു, ഒരാളും ഇവിടെ നിന്ന് പിന്മാറില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായാലും, ഒരാളും ഇവിടെ നിന്ന് പിന്മാറില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നെസ്റ്റർ ആ തല വലിച്ചൊരേറി. ഈ കാഴ്ച ആകാശത്തുള്ള പറക്കുന്ന അബിഗൽ കാണുന്നുണ്ട്. അബിഗൽ നെസ്റ്ററോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക്
കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ നിൽക്കുന്ന സേന മുഴുവൻ കൊല്ലും. അവരെ മനഃപൂർവ്വം കൊല്ലിപ്പിക്കാനാണോ നിങ്ങളുടെ ശ്രമം? അത് കേട്ടത് നെസ്റ്റർ പറഞ്ഞു, പെൺകുട്ടി, നീ ആരാ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നീ വിചാരിക്കും പോലെ ഒന്നും നടക്കത്തില്ല. നെസ്റ്ററേയും താഴെയുള്ള സേനയും ഭയപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ അബിഗൽ ശ്രമിക്കുന്നത്. അബിഗലിന്റെ കയ്യിൽ ആ കറുത്ത നിറത്തിലുള്ള ബോംബുകൾ ഇനി 2-3 കൂടിയേ ഉള്ളൂ. അവളുടെ കയ്യിൽ ബാലൻസ് ഉള്ള ആ 3 ബോളുകളും അവൾ കയ്യിലേക്ക് എടുത്തു. ആ ബോൾ കയ്യിലിട്ട് അമാനമാടിക്കൊണ്ട് അബിഗൽ കഴുകന്റെ പുറത്തിരുന്നുകൊണ്ട് താഴേക്ക് വിളിച്ചു പറഞ്ഞു, നോക്കേ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. അബിഗൽ അത് പറഞ്ഞതും നെസ്റ്റർ അയാളുടെ സേനാംഗങ്ങളോട് പറഞ്ഞു, അറ്റാക്ക് ലോഗൻ. അബിഗലിനെ തികച്ചും അവഗണിച്ചുകൊണ്ട് നെസ്റ്റർ ലോഗനെ അറ്റാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തതും അബിഗൽ അവളുടെ കൈവശമിരുന്ന ആ 3 ബോളുകൾ നെസ്റ്ററെയും മാർക്ക് മോൺഗോമറിയും ലക്ഷ്യമിട്ടുകൊണ്ട് താഴേക്ക് എറിഞ്ഞു. തന്റെ നേരെ ബോൾ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് മോൺഗോമറി നിന്ന സ്ഥലത്ത് ഒരൊറ്റ ഓട്ടം. അയാളൊരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററാണ്. അയാളെ ആ ബോംബ് കാര്യമായി ബാധിക്കില്ല എന്നാണ് സത്യം. പക്ഷേ ബാധിച്ചാലോ എന്നൊരു പേടി മാർക്ക് മോൺഗോമറിക്കുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് മോൺഗോമറി തറ തൊടാതെ ഓടിയത്. ആ ബോൾ താഴേക്ക് വരുന്ന കണ്ട പലരും ശരിക്കും ദൂരേക്ക് ഓടുകയാണ്. പക്ഷേ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് നെസ്റ്റർ അവിടെ തന്നെ നിന്നു. നെസ്റ്ററിന് നേരെ പാഞ്ഞു വന്നത് 2 ബോളുകളാണ്. ആ ബോളുകൾ നെസ്റ്ററിന് അടുത്തേക്ക് വന്നതും ആദ്യത്തെ ബോളിനെ ഇടത് കൈ കൊണ്ട് നെസ്റ്റർ ഒറ്റയാടി, രണ്ടാമത്തെ ബോളിനെ വലത് കൈ കൊണ്ട് ഒറ്റയാടി. ആ 2 ബോളുകളും മുൻഭാഗത്തുള്ള സൈന്യത്തിന്റെ ഇടയിലേക്കാണ് അങ്ങ് പാഞ്ഞു പോയത്. നെസ്റ്ററുടെ മുന്നിലുള്ള സൈന്യത്തിന്റെ മുകളിലൂടെ ആ ബോള് സൈന്യത്തിന്റെ ഒത്തിരി പുറകിലോട്ട് ചെന്ന് വീണതും ഒരു വൻ ശബ്ദം. ആ 2 ബോംബുകളും പൊട്ടിയ ആ മേഖലയിൽ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ എല്ലിൻ കുടങ്ങളാണ് അവശേഷിക്കുന്നത്. ശരിക്കും ഈ രംഗം ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ സേനയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ചലിക്കാൻ പോലും ആകാതെ ആ സേന അങ്ങനെ നിൽക്കുകയാണ്. ഈ നിമിഷത്തിൽ കരച്ചിലും അലറലുമാണ് അവിടെ കേൾക്കുന്നത്. അതേ നിമിഷത്തിൽ അബിഗൽ അവരുടെ കഴുകനെ താഴേക്ക് പറത്തി കൊണ്ടുവന്നിട്ട് ഡെസ്റ്റിനോട് വിളിച്ചു പറഞ്ഞു, അങ്കിൾ കേറിക്കോ. ആ അവസരം കാത്തു നിന്ന ഡെസ്റ്റിൻ അബിഗലിന്റെ കഴുകൻ ഡെസ്റ്റിന് അടുത്തേക്ക് താന്നു വന്നതും ചാടി ആ കഴുകന്റെ മുകളിലേക്ക് കയറി. ഡെസ്റ്റിൻ അബിഗലിന്റെ തൊട്ടുപുറകിൽ കഴുകന്റെ പുറത്ത് കയറിയതും അബിഗൽ ആ കഴുകനെ കൊണ്ട് അതിവേഗം മുന്നോട്ട് പറക്കുകയാണ്. സേനയെ ഒന്ന് വട്ടം ചുറ്റി അബിഗൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അബിഗൽ ഡെസ്റ്റിനോട് പറഞ്ഞു, അങ്കിൾ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അബിഗൽ പറഞ്ഞ ആ നിമിഷത്തിൽ ഡെസ്റ്റിന് എന്തോ അസ്വസ്ഥത തോന്നി. ഡെസ്റ്റിൻ പെട്ടെന്ന് ആ കഴുകന്റെ പുറത്തുനിന്ന് ചാടി എണീറ്റ് അബിഗലിനെ കയറിയാൻ കവർ ചെയ്തു. ഡെസ്റ്റിൻ അബിഗലിനെ കവർ ചെയ്ത ആ നിമിഷത്തിൽ ഒരു അമ്പ് ഡെസ്റ്റിന്റെ പുറത്തേക്ക് പാഞ്ഞു കയറുകയാണ്. ഡെസ്റ്റിന്റെ പുറത്തുള്ള ഡെസ്റ്റിന്റെ സുരക്ഷാ കവചത്തിൽ ആ അമ്പ് വന്ന് ഇടിച്ചതും ഡെസ്റ്റിനും അബിഗലും കൂടി ആ കഴുകന്റെ പുറത്തും തെറിച്ചു. അതേ നിമിഷത്തിൽ മറ്റൊരു അമ്പ് ആ കഴുകന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറി. ഡെസ്റ്റിൻ റൈസും അബിഗലും ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുമ്പോൾ അവർക്ക് ആ കാഴ്ച കാണാം. താഴെ ഒരു മനുഷ്യൻ അവരെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഡെസ്റ്റിൻ റൈസും അബിഗലും ആ മലയിലേക്ക് വന്ന് വീണതും അബിഗൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് അവളുടെ പ്രിയപ്പെട്ട കഴുകൻ കുഴഞ്ഞു വീഴുന്നതാണ്. ആ കഴുകന്റെ ഹൃദയത്തിലൂടെയാണ് ആ അമ്പ് പാഞ്ഞു പോയിരിക്കുന്നത്. അബിഗലിന്റെ അമ്മ അവൾക്ക് വേണ്ടി കരുതിയിരുന്നതാണ് ആ കഴുകൻ. യഥാർത്ഥത്തിൽ ആ കഴുകൻ അബിഗലിന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു എന്ന് പറയാം. അബിഗലിനൊപ്പം കളിക്കുന്ന ഒരു കൂട്ടുകാരി, അങ്ങനെ നമുക്ക് ആ കഴുകനെ വിളിക്കാൻ പറ്റും. ആ കഴുകനാണ് ഇതാ ഇപ്പോ അവളുടെ തൊട്ടുമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അബിഗലിന്റെ മുഖത്ത് ദേഷ്യമുണ്ട്. ദേഷ്യത്തോടുകൂടി ചാടിയിടിയിട്ട് അബിഗൽ അവളെ ആക്രമിച്ച വ്യക്തിയോട് ചോദിച്ചു, ആരാ നീ? എന്ത് ധൈര്യത്തിലാണ് നിന്നെ ആക്രമിച്ചത്? പെൺകുട്ടി, ഒന്ന് അടങ്ങ്. നീ ആരെന്ന് കരുതിയിട്ടാ ഇങ്ങനെ അട്ടഹസിക്കുന്നത്? അങ്ങനെ ആ മനുഷ്യൻ ചോദിക്കപ്പോ നെസ്റ്റർ ആ മനുഷ്യരെ കണ്ടു. നെസ്റ്റർ അയാളെ കണ്ടതും ഉറക്കെ അയാളെ സല്യൂട്ട് ചെയ്യാണ്. ലോർഡ് റൈഷു അങ്ങ് വന്നോ, നന്നായി. ഗ്രേറ്റ് നെസ്റ്റർ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ വരേണ്ടി വന്നു അല്ലേ? നിങ്ങൾക്ക് ഇവരെ തീർക്കാൻ പറ്റില്ലേ? നിങ്ങൾ അതിശക്തനല്ലേ? റൈഷു, താങ്കളെ പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോ ഞാനൊക്കെ ഒരു വിഷയമാണോ? എന്നെ കുറിച്ച് പറയുന്നതൊക്കെ കുറച്ച് അതിശയോക്തികളാണ് താങ്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ. ലോക റാങ്കിങ്ങിൽ 8ാം റാങ്കാണ് റൈഷുവിനുള്ളത്. ചെർലിംഗ് എന്ന ആ സ്ഥാപനത്തിന് ഉടമ റൈഷു അതിശക്തനാണ്. അയാളാണ് ദാ രംഗത്ത് വന്നിരിക്കുന്നത്. റൈഷു ആണ് രംഗത്തുള്ളത് കണ്ടതും ഡെസ്റ്റിൻ റൈഷുവിനോട് ചോദിച്ചു, നിങ്ങളും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണോ? അതേ ലോഗൻ, ഞാനും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണ്. നിങ്ങളെന്തിനാ ഞങ്ങൾ എതിർക്കുന്നത്? ലോഗൻ, ചിലര് വളരാൻ പാടില്ല എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. വളരാൻ പാടില്ലാത്ത ഒരു വ്യക്തി നീയാണ്. അതുകൊണ്ടാണ് നിന്നെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. റൈഷുവിന് വ്യക്തമായ ന്യായീകരണം ഉണ്ടെന്ന അർത്ഥം. റൈഷു അത്രയും പറഞ്ഞിട്ട് നെസ്റ്ററോടായി പറഞ്ഞു, നെസ്റ്റർ,
ലോകനെ നിങ്ങൾ നേരിട്ടോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ലോകനെ നേരിടാനുള്ള നിർദ്ദേശം റേഷു നെസ്റ്റർക്ക് കൊടുത്തതും നെസ്റ്റർ റേഷുവിനോട് പറഞ്ഞു, മിസ്റ്റർ റേഷു, നമുക്ക് ഒരുമിച്ച് ആക്രമിക്കുന്നതല്ലേ നല്ലത്. നെസ്റ്റർ, എന്താ ഇത്? നിങ്ങളെപ്പോലെ മിടുക്കനായ ഒരാൾ ലോകനെ പോലെ ഒരാളെ നേരിടാൻ എന്റെ സഹായം തേടുന്നത് ശരിയല്ല. നിങ്ങൾ നേരിടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നെസ്റ്ററോട് റേഷു അങ്ങനെ തീർത്തു പറഞ്ഞതും നെസ്റ്റർ ലോകന് നേരെ തിരിഞ്ഞു. ലോകൻ, അപ്പോ നമ്മൾ തുടങ്ങിയാണ്. അത് കേട്ടതും ലോഗൻ റൈസ് എന്ന ഡസ്റ്റൻ റൈസ് അയാളുടെ ബ്ലാക്ക് സോഡുമായി നെസ്റ്റർക്ക് നേരെ കുതിച്ചു. ശരിക്കും ഡസ്റ്റിൻ കുറെ വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷമാണ് ഇതാ വരുന്നത്. ഡസ്റ്റിന്റെ അമ്മയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് ഡസ്റ്റിൻ അന്ന് മുതലേ കരുതുന്ന വ്യക്തി ഈ നെസ്റ്ററാണ്. നെസ്റ്റർ കൊട്ടാരത്തിലെ രാജാവിന്റെ വലങ്കൈയാണ്. രാജാവ് അറിയാതെ തന്റെ അമ്മ കൊല്ലപ്പെടില്ല എന്നൊരു വിശ്വാസം തുടക്കം മുതലേ ഡസ്റ്റിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡസ്റ്റിന് അറിയാം, രാജാവല്ല കാരണക്കാരൻ, രാജാവിനെ നിയന്ത്രിക്കുന്ന ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് അവന്റെ അമ്മയെ കൊന്നതെന്ന്. ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടി രാജാവിന്റെ വലങ്കിയായ നെസ്റ്റർ അമ്മയെ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നെസ്റ്ററെ വകവരുത്താൻ ഡസ്റ്റിന് ശരിക്കും താല്പര്യമുണ്ട്. ഡസ്റ്റിൻ ദേഷ്യത്തോടുകൂടി നെസ്റ്റർക്ക് നേരെ കുതിച്ചതും നെസ്റ്ററും അതേ വേഗതയിൽ ഡസ്റ്റിനെതിരെ കുതിക്കുകയാണ്. ശരിക്കും ലോക റാങ്കിൽ 10ാം റാങ്കുകാരനായ നെസ്റ്റർക്ക് വളരെ എളുപ്പം ലോകനെ തോൽപ്പിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ നെസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി. ലോഗൻ റൈസ് അവന്റെ ശക്തി ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ലോഗൻ അതിശക്തനാണ്. ശരിക്കും കണ്ണം ചെപ്പിക്കുന്ന വേഗതയിലുള്ള മൂവ്മെന്റ്സുമായി നെസ്റ്ററും ഡസ്റ്റിനും കളം നിറഞ്ഞു കളിക്കുകയാണ്. മുഴുവൻ കാണികളുടെ ശ്രദ്ധ ഇപ്പോ പൂർണ്ണമായും ഡസ്റ്റൻ റൈസിലും നെസ്റ്ററിലുമാണ്. സേനാംഗങ്ങൾ അതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ശൈലിയിലുള്ള ഒരു യുദ്ധത്തിന് ആ വനപ്രദേശം സാക്ഷി വഹിക്കുകയാണ്. ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഡസ്റ്റൻ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, നെസ്റ്ററെ ഞാൻ നേരിടാം, നീ റേഷുവിനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡസ്റ്റൻ റൈസ് പറഞ്ഞ അനുസരിച്ച് അബിഗൽ റേഷുവിനെ അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴാണ് റേഷു അബിഗലിനോട് പറഞ്ഞു, പെൺകുട്ടി, നീ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. നീ ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥലമിടണം. അത് കേട്ടതും അബിഗൽ റേഷുവിനോട് പറഞ്ഞു, ഹേ, ഞാനേ നിങ്ങൾ പറയുന്ന പോലെ പെരുമാറാനല്ല ഇവിടേക്ക് വന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ 3 ചാൻസ് തരികയാണ്. ഞാൻ 3 തവണ നിനക്ക് നേരെ അമ്പയും. ആ അമ്പുകൾ തടുക്കാൻ നിനക്ക് പറ്റിയാൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ വെറും കൈ അമ്പുവില്ലിന്റെ മാതൃകയിൽ പിടിക്കുകയാണ്. അയാളെ കൈ അങ്ങനെ പിടിച്ചതും അയാളുടെ കൈയിലേക്ക് ഒരു വില്ലും അതുപോലെ ഒരു അമ്പ് വന്ന് നിൽക്കുകയാണ്. ശരിക്കും ആ അമ്പ് ആ ഞാണിൽ കൃത്യമായി കണക്ട് ചെയ്ത് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ രംഗം. അബിഗൽ അമ്പരപ്പോടെ റേഷുവിനെ നോക്കുമ്പോഴേക്കും റേഷു ആ അമ്പ് തൊടുത്തു കഴിഞ്ഞു. ശരിക്കും ശബ്ദത്തെ തോൽപ്പിക്കുന്ന വേഗതയിൽ ആ അമ്പ് അയാളുടെ കയ്യിൽ നിന്ന് അബിഗൽ നേരെ പാഞ്ഞു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന അമ്പിനെ കണ്ടതും അബിഗൽ ആ അമ്പിന്റെ ദിശയിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞതാണ്. ശരിക്കും അവൾ കുനിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ അബിഗൽ അമ്പരപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന അമ്പ് ദിശ മാറി അബിഗലിന്റെ നേരെ പിന്നെയും വന്നു. അവൾ ഒഴിഞ്ഞപ്പോ ആ അമ്പ് അവളുടെ ദിശയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദിശ മാറ്റി കയറി വരികയാണ്. ആ അമ്പ് അബിഗൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് അവളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി. ശരിക്കും അവളുടെ ഹൃദയം ലക്ഷ്യമിട്ടുകൊണ്ട് റേഷു അയച്ച അമ്പാണ്. അതിശക്തമായി ആ അമ്പ് വന്ന് അബിഗലിന്റെ നെഞ്ചിൽ ഇടിച്ചതും അബിഗൽ ഒത്തിരി പുറകോട്ട് തെറിച്ചു. ഏകദേശം 10 അടിയോളം പുറകിലേക്ക് തെറിച്ചു വീണ അബിഗൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. അവളുടെ ഗ്രാൻഡ്മ അവളെ ധരിപ്പിച്ചിരിക്കുന്ന ആ ബുള്ളറ്റ് പ്രൂഫ് പോലുള്ള ഒരു കവചം അവളുടെ നെഞ്ചിന് കവർ ചെയ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ അമ്പിന്റെ ശക്തിയിൽ നിന്ന് അവള് രക്ഷപ്പെട്ടത്. അവളുടെ ഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ അമ്പ് തറച്ചപ്പോൾ ഒന്ന് കീറുകയും ചെയ്തു. അത് കേട്ടതും റേഷു അബിഗലോട് പറഞ്ഞു, ഓ, നീ ആ പെൺകുട്ടിയാണല്ലേ. എന്റെ ധാരണ ശരിയാണെങ്കിൽ നീ ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററാണ്. നീയാണ് മിസ്സിക് ഓർഡറിന്റെ പുതിയ സോഴ്സറസ്. ആ മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ, കേട്ടുകൊണ്ട് നിൽക്കേ, ഇതാ തന്റെ ഐഡന്റിറ്റി വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അബിഗൽ പെട്ടെന്ന് ചാടി എണീറ്റ് റേഷുവിനോട് പറഞ്ഞു, അതിന് നിങ്ങൾക്കെന്താ? അവൾ സോഴ്സറസ് ആണ്, മിസ്സിക് ഓർഡറിന്റെ മഹാമാന്ത്രികയാണ്. ആ മഹാമാന്ത്രിക തന്നെയാണ് അവൾ. അബിഗലിന്റെ ചോദ്യം കേട്ടതും റേഷു അബിഗലിനോട് പറഞ്ഞു, ഓക്കെ, നീ ആരുമാകട്ടെ, എനിക്കത് വിഷയമല്ല, ബി റെഡി. ഞാനിതാ 2ാമത്തെ അമ്പ് തൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കൈയൊന്ന് ആക്ഷൻ കാണിച്ചതും അയാളുടെ കയ്യിലേക്ക് ആ വില്ലും അമ്പും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ശരിക്കും കടഞ്ഞിരിക്കുന്ന വേഗതയിൽ അയാളുടെ കൈ ഒന്ന് വലിക്കപ്പെടുകയും അമ്പ് പായുകയും ചെയ്തു. അബിഗലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് അബിഗലിന്റെ പുറത്ത് ആ അമ്പ് ഒന്ന് ഇടിച്ചു. ആ അമ്പ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും അബിഗൽ 2 കൈ കൊണ്ട് ആ അമ്പൊന്ന് തടുത്തതാണ്.
അവളുടെ ആ ഡിഫൻസിനെ തകർത്തുകൊണ്ട് ആ അമ്പ് അവളുടെ പുറത്തിടിക്കുകയും അബിഗൽ ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. അബിഗൽ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 അടി ദൂരേക്കെങ്കിലും അബിഗൽ തെറിച്ച് വീഴുകയാണ്. ശരിക്കും പൊങ്ങി താഴേക്ക് അബിഗൽ വന്ന് വീഴുമ്പോൾ അബിഗലിന്റെ വായിന്ന് ഒരു കുടം ചോര പുറത്തേക്ക് വന്നു. ശരിക്കും ഗുരുതരമായി അബിഗലിന് പരിക്കേറ്റിരിക്കുകയാണ്. താഴേക്ക് വീണ അബിഗലിന് എണീക്കാൻ പോലും പറ്റുന്നില്ല. അവൾ പാടുപെട്ട് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഡസൻ റൈസും നെസ്റും തമ്മിലുള്ള യുദ്ധം അതിന്റെ പരമോന്നതയിൽ എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഡസൻ റൈസിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നെസ്ർ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. നെസ്റുടെ മാജിക്കൽ പവറിനെ അതേ മാജിക്കൽ പവർ ഉപയോഗിച്ച് ഡസൻ റൈസ് നേരിടുകയാണ്. ആ കാഴ്ചയിലേക്ക് തന്നെയാണ് ഒട്ടുമുക്കൽ ആളുകളുടെ ശ്രദ്ധ. കുറേയേറെ ആളുകളുടെ ശ്രദ്ധ ഇവിടെ അബീഗലും റേഷുവും തമ്മിലുള്ള ആ യുദ്ധത്തിലാണ്. അബീഗൽ എന്ന ആ പെൺകുട്ടി തറയിൽ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുന്നത് റേഷു അല്പനേരം അങ്ങനെ നോക്കി നിന്നു. അബീഗൽ എണീക്കാൻ വേണ്ടി അയാൾ കാത്തു നിൽക്കുകയാണെന്ന് വ്യക്തം. അല്പനേരത്തെ ശ്രമത്തിന് ശേഷം അബീഗൽ സാവധാനം എണീറ്റു. അബീഗൽ എണീറ്റു തുടങ്ങിയതും റേഷു അബീഗലോട് പറഞ്ഞു, ഹേയ് സോഴ്സറസ്, ഞാന് 2 അമ്പുകളെ തൊടുത്തുള്ളൂ, 3ാമത് തൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ വീണത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ആ വില്ലും അമ്പും ശൈലിയിൽ അയാളുടെ കൈ ഒന്ന് പിടിച്ചതും ആ വില്ലും അമ്പും അതുപോലെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ അബീഗലിനെ നോക്കി ആ അമ്പ് വില്ല് എടുത്ത് പിടിക്കുമ്പോൾ അബീഗൽ അവളുടെ അന്ത്യം മുന്നിൽ കാണുകയാണ്. ശരിക്കും സ്ട്രഗിൾ ചെയ്താണ് അവൾ വളർന്നു വന്നത്. വളരെ ബുദ്ധിമുട്ടി കുട്ടികളോട് തല്ലുകൂടിയും പാടുപെട്ടുമൊക്കെ വളർന്നു വന്ന അവൾ ഈ അടുത്ത കാലത്തായിട്ടാണ് കുറച്ച് നല്ല കാര്യങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത്. അവൾ സോഴ്സറസ് നിലയിൽ ശരിക്കും ഒന്ന് ജീവിച്ചു വരികയായിരുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി അബിഗൽ മാറുന്ന സമയമാണ്. ആ ജീവിതം ഒന്ന് ആസ്വദിക്കാനുള്ള അവസരം അബിഗലിന് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ഇതാ അബിഗലിന് അവളുടെ ജീവൻ നഷ്ടമാകാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അബിഗൽ ഡസ്റ്റിനെ നോക്കി ഡസ്റ്റിനോടായി പറഞ്ഞു, അങ്കിൾ ഗുഡ് ബൈ. അവളുടെ അങ്കിളിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ അബിഗൽ ഇതാ പൂർണ്ണമായും റെഡിയാവുകയാണ്. അവൾ റേഷുവിനെ നോക്കുമ്പോഴേക്കും റേഷുവിന്റെ കയ്യിൽ നിന്ന് ആ അമ്പ് പാഞ്ഞു കഴിഞ്ഞു. ആ അമ്പ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും അബിഗൽ കണ്ണങ്ങടച്ചു. അവൾക്കറിയാം തന്റെ അന്ത്യം ഇവിടെയാണെന്ന്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ അമ്പിനെ നോക്കി കണ്ണടച്ച അബിഗൽ ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി കണ്ണൊന്ന് തുറന്നു. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അമ്പരപ്പോടെ അബിഗൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് അവളുടെ തൊട്ടു മുന്നിൽ ഒരു വാൾ അങ്ങനെ നിൽക്കുന്നതാണ്. ആ വാളിൽ വളരെ വ്യക്തമായി 2 വാക്കുകൾ എഴുതിയിട്ടുണ്ട്, ഡ്രാഗൺ ബേർഡ്. ഡ്രാഗൺ ബേർഡ് എന്ന് എഴുതിയ വാള് അബിഗലിന്റെ തൊട്ടു മുന്നിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ വാളാണ് തൊട്ടു മുന്നേ അബിഗലിനെ തേടി വന്ന ആ അമ്പിനെ തടുത്തത്. ആ വാള് റേഷുവും കണ്ടു. ആ വാളിലെ ഡ്രാഗൺ ബേർഡ് വായിച്ച അതേ നിമിഷത്തിൽ ഇതുവരെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്ന റേഷുവിന്റെ മുഖം പെട്ടെന്ന് അങ്ങ് കറുത്തു. അയാളുടെ മുഖത്ത് ശരിക്കും ഗൗരവം വരികയാണ്. അയാൾ ഗൗരവത്തോടെ ആ വാളിനെ നോക്കിയിട്ട് ഉറക്കെ അന്തരീക്ഷത്തിൽ നോക്കി വിളിച്ചു, സോൾട്ട് മാസ്റ്റർ, എന്തിനാ മറന്നു വെക്കുന്നത്, വരൂ. റേഷു ബെയ്ലി എന്ന് പറഞ്ഞ് അങ്ങനെ ഉറക്കെ പറഞ്ഞതും ആ മരങ്ങൾക്ക് മുകളിലൂടെ ഒരാൾ താഴേക്ക് താഴ്ന്നു വന്നു. അതൊരു കാഴ്ചയാണ്. ശരിക്കും മരത്തിന്റെ മുകളിൽ നിന്ന് അയാൾ താഴേക്ക് പറന്നിറങ്ങിയായിരുന്നു എന്ന് പറയാം. അയാൾ താഴെ വന്നതും ആ വാള് ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ കയ്യിലേക്ക് വന്നു. ഏഹേയ് റേഷു, നീ എന്താ പെൺകുട്ടികളെ ശല്യം ചെയ്യുകയാണ്? റേഷിനോട് തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് അബിഗലിനുണ്ട്. ബെയ്ലിയുടെ ശബ്ദം കേട്ടതും നെസ്റുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഡസ്റ്റിൻ ബെയ്ലിയെ നോക്കി ഉറക്കെ പറഞ്ഞു, അങ്കിൾ ലോഗൻ. തിരിച്ച് ബെയ്ലിയുടെ മറുപടി ഉണ്ടായി. വന്നിരിക്കുന്നത് സോർഡ് മാസ്റ്റർ ബെയ്ലിയാണ്. അത് മനസ്സിലാക്കിയ നെസ്റ്റർ പെട്ടെന്ന് അങ്ങ് സ്ട്രക്കായി. നെസ്റ്റർ സ്ട്രക്കായതും അതുപോലെ ഡസ്റ്റിൻ സ്ട്രക്കാവുകയാണ്. രംഗം മാറുകയാണ്. ലോക റാങ്കിങ്ങിൽ 3ാം റാങ്കുകാരനായ സാക്ഷാൽ സോർഡ് മാസ്റ്റർ ബെയ്ലിയാണ് ഇപ്പോ അവിടെ ഉള്ളത്. ബെയ്ലി റേഷുവിനോട് പറഞ്ഞു, ഏയ് റേഷു, നീ ഈ പെൺകുട്ടിയെ ശരിക്കും അങ്ങ് ശല്യം ചെയ്തു. നിനക്ക് ഞാനൊരു അവസരം തരാം. ഞാൻ 3 തവണ ഈ വാള് കൊണ്ട് നിന്നെ സ്ട്രൈക്ക് ചെയ്യും. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ നിന്നെ ഞാൻ ജീവനോടെ വെറുതെ വിടാം. റേഷു നേരത്തെ അബീഗലിനോട് പറഞ്ഞ അതേ വാചകം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇതാ സാക്ഷാൽ സോർഡ് മാസ്റ്റർ ബെയ്ലി റേഷുവോട് പറയുകയാണ്. ലോക റാങ്കിങ്ങിൽ 8ാമനായ റേഷു ബെയ്ലിയോട് പറഞ്ഞു, ഏയ് സോർഡ് മാസ്റ്റർ, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയ സംഭവമായിരുന്നു. ഞാനും അംഗീകരിക്കുന്നു. ഇപ്പോ കാലം ഒരുപാട് മാറി. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇപ്പോഴും ശക്തനാണെന്ന്.
എന്നാൽ അതങ്ങനെയല്ല. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചിട്ട് ബെയിലിയുടെ ചൂണ്ടുവിരൽ ഒന്ന് ഉയർത്തി. ചൂണ്ടുവിരൽ ബെയിലി ഒന്ന് ഉയർത്തിയതും ബെയിലിയുടെ തൊട്ടു മുന്നിലെ വാള് നേരെ മുകളിലേക്ക് ഉയർന്നു. ശരിക്കും ഏകദേശം ഒരു 100 അടി മുകളിലേക്ക് ആ വാളങ്ങ് ഉയർന്നത്. ആ വാള് നേരെ മുകളിൽ വന്നതും ബെയിലി വിരലുകൊണ്ട് റെയ്ഷോന് നേരെ ഒരൊറ്റ ആക്ഷൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു രംഗമാണ് അവരെല്ലാം കണ്ടിരിക്കുന്നത്. ആ വാള് ബെയിലിയുടെ വിരലിന്റെ ആക്ഷൻ അനുസരിച്ച് നേരെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് ആ വാള് പെട്ടെന്ന് ഒന്ന് പ്രകാശിച്ചു തുടങ്ങി. ശരിക്കും ആ പ്രകാശത്തിന് ഒരു ദിശ ഉണ്ടാവുകയാണ്. ആ ദിശ റെയ്ഷുവിന് നേരെയാണ്. ആ പ്രകാശം അതിവേഗത്തിൽ റെയ്ഷു നേരെ പാഞ്ഞു വരുമ്പോൾ റെയ്ഷു ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പെട്ടെന്ന് അയാളുടെ ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു. അയാൾക്കറിയാം ബെയിലി അതിശക്തനാണെന്ന്. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധാപൂർവ്വം ഡിഫൻസ് മെക്കാനിസം ഒരുക്കിയില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് റെയ്ഷുവിന് നന്നായിട്ട് അറിയാം. റെയ്ഷു അയാളുടെ ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തതും ആ പ്രകാശം റെയ്ഷുവിന്റെ പുറത്തു പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. അടുത്ത നിമിഷത്തിൽ സകലരും ഞെട്ടുന്ന ഒരു രംഗമുണ്ടായി. റെയ്ഷു ആ പ്രകാശം അയാളുടെ പുറത്തു പതിച്ചതും നിന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങുകയാണ്. ശരിക്കും അയാൾ തെറിക്കുകയായിരുന്നു പറയാം. റെയ്ഷു ഏകദേശം ഒരു 10-20 അടി ദൂരേക്ക് തെറിച്ച് ഒരു മരത്തിലിടിച്ച് താഴേക്ക് വീണു. അയാളുടെ ഡിഫൻസ് മെക്കാനിസം ബ്രേക്ക് ആയിട്ടില്ലെങ്കിലും അയാൾ ദൂരേക്ക് തെറിച്ചിരിക്കുകയാണ്. തന്റെ ഡിഫൻസ് മെക്കാനിസം ബ്രേക്ക് ആയില്ല എന്നുള്ള കാര്യം റെയ്ഷുവിന് അറിയാം. പക്ഷേ റെയ്ഷുവിന് മറ്റൊരു കാര്യം കൂടി അറിയാം. അയാളുടെ ശരീരത്തിനകത്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. റെയ്ഷു ഒരു പരുവത്തിൽ എണീറ്റ റെയ്ഷു അതിവേഗം ആ അമ്പുബില്ലിന്റെ ആക്ഷൻ എടുത്തു. ഇപ്പോ അയാളുടെ കയ്യിൽ ഒരു അമ്പുണ്ട്. ബെയിലി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അമ്പ് അയച്ചതും ബെയിലി വിരലുകൊണ്ട് അടുത്ത ആക്ഷൻ കാണിച്ചു. ആകാശത്ത് നിൽക്കുന്ന ആ ബ്ലേഡിൽ നിന്നും പിന്നെയും ഒരു പ്രകാശം താഴേക്ക് വന്നു. ശരിക്കും അതിശക്തമായ ആ പ്രകാശം താഴേക്ക് വരുമ്പോൾ ആ പ്രകാശത്തിന് നേരെ പാഞ്ഞു വരികയാണ് റെയ്ഷുവിന്റെ ആ അമ്പ്. ആ അമ്പ് താഴ്ന്ന മുകളിലേക്കും ബെയിലിയുടെ വാളുന്ന പ്രകാശം മുകളിൽ നിന്ന് താഴേക്കും വരികയാണ്. സകലരും അമ്പരപ്പോടുകൂടി ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ ബെയിലിയുടെ വാളിന്റെ പ്രകാശം റെയ്ഷുവിന്റെ അമ്പിൽ ഇടിക്കുന്നതും ആ അമ്പ് ഛിന്നഭിന്നമായി തകരുന്നതും ആ പ്രകാശം പിന്നെയും അതിവേഗം ആ അമ്പ് വന്ന അതേ ദിശയിലേക്ക് പായുന്നതുമാണ് ആളുകൾ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് റെയ്ഷുവിന് മനസ്സിലാകുമ്പോഴേക്കും റെയ്ഷുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ രഹസ്യ എനർജി കവർ പൊട്ടി റെയ്ഷു അതിവേഗം ദൂരേക്ക് തെറിച്ച് ഒരു പാറയിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു. ആ പാറയിൽ റെയ്ഷുവിന്റെ അതേ അടയാളമുണ്ട്. റെയ്ഷുവിന്റെ വായിൽ നിന്ന് രക്തം കുടുകൂടാ താഴേക്ക് ചാടി. റെയ്ഷുവിന്റെ പുറത്തു പോലും തൊടാതെ ദൂരെ മാറി നിന്നുകൊണ്ട് ഒറ്റ വിരലിൽ സോഡ് മാസ്റ്റർ ബെയിലി കാണിച്ച ആ അഭ്യാസം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. നെസ്റ്റർ ഏതാണ്ട് നിശബ്ദനായി നിൽക്കുകയാണ്. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റെയ്ഷു പാറയിലിടിച്ച് താഴേക്ക് വീണെങ്കിലും റെയ്ഷു സാവധാനം എണീറ്റു. റെയ്ഷു ലോക റാങ്കിങ്ങിൽ 8ാം റാങ്കാണ്. 3ാം റാങ്കുകാരനായ ബെയിലിയെ തനിക്ക് നേരിടാൻ പറ്റുമെന്നൊരു തോന്നൽ ബെയിലിയെ എതിരിട്ട് തുടങ്ങുമ്പോൾ റെയ്ഷുവിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സ്റ്റെർലിംഗ് കമ്പനിയുടെ ഉടമ റെയ്ഷുവിന്റെ ധാരണ ആകെ മാറിയിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് കൈ പുറകിലേക്ക് നീക്കി ഉറക്കെ വിളിച്ചു, എന്താ നോക്കുന്നേ, കടന്നു വാ. ആ കാടിനകത്ത് ഇതുവരെയും രംഗത്ത് വരാത്ത വേറെയും ആളുകൾ ഉണ്ടെന്ന അർത്ഥം. റെയ്ഷുവിന്റെ ശബ്ദം കേട്ടതും 2 ദിശകളിൽ നിന്നായി 2 ആളുകൾ അതിവേഗം ബെയിലിയുടെ ഇടതും വലതും എത്തി. ഇടതുവശത്ത് എത്തിയിരിക്കുന്നത് സാക്ഷാൽ ലോർഡ് ഹാൻസ് ആണ്, ലോക റാങ്കിങ്ങിൽ 7ാം റാങ്കുകാരൻ. വലതു ഭാഗത്ത് എത്തിയിരിക്കുന്നത് ബ്ലാക്ക് മിസ്റ്റ് എന്നറിയപ്പെടുന്ന ലോക 9ാം റാങ്കുകാരനാണ്. അയാളെ ഓൾഡ് മിസ്റ്റ് എന്ന എല്ലാവരും വിളിക്കുക. ഓൾഡ് മിസ്റ്റ് വലതു ഭാഗത്തും ലോർഡ് ഹാൻസ് ഇടതുവശത്തും വന്നത് കണ്ടതും ബെയിലി അവരെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ ലോർഡ് ഹാൻസ്, എന്നോട് എതിരിടാനാണോ ഭാവം? ഹേയ് സോഡ് മാസ്റ്റർ ബെയിലി, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുമായി ഫൈറ്റ് ചെയ്യാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. നിങ്ങളല്ലേ വേൾഡ് നമ്പർ 3. നിങ്ങളെ പരാജയപ്പെടുത്തിയാൽ ഞാൻ അതിശക്തനാകും. പിന്നെ എനിക്ക് വേൾഡ് നമ്പർ 1 സാക്ഷാൽ ലോങ് മൗണ്ടനിലെ കോൺലിയസ് ഷുവാൻചിയെ തോൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വേൾഡ് നമ്പർ 1 കോൺലിയസ് ഷുവാൻചി ശരിക്കും ഒരു ഇമ്മോർട്ടലാണ്, ദൈവതുല്യനാണ്. ലോങ് മൗണ്ടനിൽ ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന കോൺലിയസ് ഷുവാൻചി ഒരിക്കൽ പോലും ഈ അടുത്ത കാലത്ത് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുള്ള വ്യക്തിയല്ല. അയാൾ ഒരു സന്യാസി ജീവിതം നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ലോക നമ്പർ 1 എന്ന് പറയുന്നത് ലോക നമ്പർ 2 ആയ ലീ യുവാൻവു ആണ്. ലീ യുവാൻവുവിന്റെ തൊട്ടു താഴെയാണ് സാക്ഷാൽ ബെയിലി. ബെയിലിയെ പരാജയപ്പെടുത്തിയാൽ പിന്നെ ലോർഡ് ഹാൻസിന് മുന്നിൽ 2 ആളുകളേ ഉള്ളൂ, ലീ യുവാൻവുവും സാക്ഷാൽ കോർലിയസ് ഷുവാൻചി. തനിക്ക് അവരെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നൊരു തോന്നൽ ലോർഡ് ഹാൻസിനുണ്ട്. ലോർഡ് ഹാൻസ് പറഞ്ഞത് കേട്ടതും ബെയിലി ഹാൻസിനോട് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബെയിലി
ആ മലയുടെ മുകളിലേക്ക് അതിവേഗം പറന്നു കയറുകയാണ്. താഴെ വെച്ച് ഒരു യുദ്ധം നടന്നാൽ താഴെയുള്ള മുഴുവൻ സേനകളും കൊല്ലപ്പെടുമെന്ന് ബെയ്ലിയെ പോലെ തന്നെ ലോർഡ് ഹാൻസിനും അറിയാവുന്നതുകൊണ്ട് ലോർഡ് ഹാൻസ് ബെയ്ലിയെ പിന്തുടർന്നു. ലോർഡ് ഹാൻസ് ബെയ്ലിയെ പിന്തുടർന്ന് ആ മലയുടെ മുകളിലേക്ക് പോകുന്ന കണ്ടതും ഓൾഡ് മിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ബ്ലാക്ക് മിസ്റ്റ് റേഷുവിന്റെ അടുത്തെത്തി. മാസ്റ്റർ റേഷു, നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ടോ? ഏയ് ഓൾഡ് മിസ്റ്റ്, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞിട്ട് റേഷു അയാൾ കരുതിയിരുന്ന ചില ഗുളികൾ പുറത്തെടുക്കുകയാണ്. ശരിക്കും ഉത്തേജക മരുന്നുകളും ഇന്റേണൽ ഇഞ്ചുറി പരിഹരിക്കാനുള്ള മരുന്നുകളും അയാളുടെ കയ്യിലുണ്ട്. അയാൾ 2-3 ഗുളികൾ അതിവേഗം കഴിച്ചു. ആ ഗുളികൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും അയാൾക്കൊരു ആശ്വാസം ഉണ്ടാവുകയാണ്. റേഷുവും ബ്ലാക്ക് മിസ്റ്റും തമ്മിൽ അങ്ങനെ സംസാരിക്കുന്ന അതേ നിമിഷത്തിൽ ഡസൻ റൈസ് അബിഗലിന്റെ അടുത്തെത്തിയിരുന്നു. അബിഗലിന് ഡസൻ ഒരു ഗുളിക കൊടുത്തു. അബിഗൽ വേഗത കഴിക്കും. അബിഗലിന്റെ ഇന്റേണൽ ഇഞ്ചുറി ഭേദമാക്കാനുള്ള ഗുളിക അബിഗൽ കഴിച്ചു കഴിഞ്ഞതും ഡസൻ അബിഗലിന് ഒരു ഗുളിക കൂടെ കൊടുത്തു. അബിഗൽ, നിന്റെ ശക്തി വർദ്ധിക്കാൻ ഈ ഗുളിക സഹായിക്കും. അബിഗൽ ശരിക്കും അമ്പരപ്പിലാണ്. അബിഗൽ ഡസനോട് ചോദിച്ചു, അങ്കിൾ ആരാ എന്നെ രക്ഷിച്ചത്? ഏയ് അബിഗൽ, അതാണ് വെസ്റ്റ് ലുക്കോസിയുടെ സോൾഡ് മാസ്റ്റർ ബെയ്ലി. ഓ, സോൾഡ് മാസ്റ്റർ ബെയ്ലിയാണോ അത്? അവൾ ഏകദേശം 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. അവൾ ഈ അടുത്ത കാലത്താണ് മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത്. പക്ഷെ അവള് ബെയ്ലിയെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. സോൾഡ് മാസ്റ്റർ ബെയ്ലി സകലരുടെയും ആരാധന കഥാപാത്രമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് തികച്ചും അപ്രതീക്ഷിതമായി സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാഞ്ഞുപോയ ബെയ്ലി ഒരു പുരാണ കഥാപാത്രം പോലെ ആളുകൾ എപ്പോഴും പറയുന്നതാണ്. ആ ബെയ്ലിയാണ് തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും തന്നെ രക്ഷിച്ചെന്ന് കേട്ടപ്പോൾ അബിഗലിന് ശരിക്കും സന്തോഷം. അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ പുറകിലെ മലയിലേക്ക് നീങ്ങി. ആ സമയത്ത് റേഷുവും ബ്ലാക്ക് മിസ്റ്റും മലയിലേക്ക് കുതിച്ചു. റേഷുവിന് ശരിക്കും ഒരു ആശ്വാസമായിട്ടുണ്ട്. മുകളിൽ ബെയ്ലിയും ലോർഡ് ഹാൻസും റേഷുവും അതുപോലെ ആ ബ്ലാക്ക് മിസ്റ്റും എത്തിയപ്പോൾ ലോർഡ് ഹാൻസ് അയാളുടെ കൂടെയുള്ള ബ്ലാക്ക് മിസ്റ്റിനോടും റേഷുവിനോടും പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് സോൾഡ് മാസ്റ്റർ നേടാൻ പോവുകയാണ്. അത് കേട്ടതും റേഷു ഹാൻസിനോട് പറഞ്ഞു, ഏയ് ലോർഡ് ഹാൻസ്, അബദ്ധം കാണിക്കരുത്. നമ്മൾ 3 പേരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഹേയ് റേഷു, നിനക്ക് എന്റെ ശക്തിയെ അത്ര അങ്ങോട്ട് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. നീ വിചാരിക്കുന്ന ശൈലിയിൽ ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ അതിശക്തനാണ്. ലോർഡ് ഹാൻസിന് അയാളുടെ ശക്തിയെക്കുറിച്ച് നല്ല ധാരണയാണ്. ലോർഡ് ഹാൻസ് അങ്ങനെ തീർത്ത് പറഞ്ഞിട്ടും റേഷു ലോർഡ് ഹാൻസിനോട് പറഞ്ഞു, ലോർഡ് ഹാൻസ്, ഞാൻ വീണ്ടും പറയുകയാണ്, അബദ്ധം കാണിക്കരുത്. നമ്മൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്താൽ നമുക്ക് ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയുടെ മുകളിൽ ബെയ്ലിയെ എതിരിട്ടുകൊണ്ട് ലോർഡ് ഹാൻസ് അയാളുടെ വാള് മുന്നോട്ടെടുത്തു. ശരിക്കും നീലപ്രകാശമുള്ള ഒരു വാളാണ് ലോർഡ് ഹാൻസ് കയ്യിലേക്ക് എടുക്കുന്നത്. ലോർഡ് ഹാൻസിന്റെ കയ്യിൽ എപ്പോ ആ വാള് വന്നു ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അയാൾ കൈ ഉയർത്തിയതും ആ കയ്യിൽ ആ വാളുണ്ട്. നീലപ്രകാശമുള്ള ആ വാളിനെ അയാൾ ബെയ്ലിക്ക് പരിചയപ്പെടുത്തി. സോൾഡ് മാസ്റ്റർ, ഈ വാള് എന്നറിയാവോ? ഇത് സ്റ്റാർ ചേസിംഗ് സോഡാണ്. നക്ഷത്രങ്ങളെ വരെ ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ വാളിനെ ലോർഡ് ഹാൻസ് ബെയ്ലിക്ക് പരിചയപ്പെടുത്തിയതും ബെയ്ലി അയാളുടെ കയ്യിലെ വാള് ഹാൻസിനെ കാണിച്ചു. ഇത് ഡ്രാഗൺ ബേർഡ്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഡ്രാഗൺ ബേർഡിന് വേണ്ടി വരത്തില്ല. അത് കേട്ടതും ലോർഡ് ഹാൻസ് അയാളുടെ വാളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ലോർഡ് ഹാൻസിന്റെ ഒരു കയ്യിലാണ് വാളുള്ളത്. ആ വാളുമായി അയാൾ അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ അയാളെ എതിരിട്ടുകൊണ്ട് ഒരു വാള് അയാൾ നേരിടുകയാണ്. ശരിക്കും ശക്തരായ 2 അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. ലോർഡ് ഹാൻസിന്റെ ആ ബ്ലൂ ലൈറ്റും ബെയ്ലിയുടെ ഡ്രാഗൺ ബേർഡിന്റെ ആ വെളുത്ത പ്രകാശവും തമ്മിൽ പെട്ടെന്നാണ് ഒന്ന് കൂട്ടിമുട്ടിയത്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ പ്രകാശം കൂട്ടിയിടിച്ചപ്പോൾ ആ പ്രകാശം ഇടിച്ച നിമിഷത്തിൽ ഒരു വേവ് ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു തരംഗം. ശരിക്കും ആ വേവിന്റെ പവർ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ വേവ് പ്രകാശം കൂട്ടിയിടിച്ച പോയിന്റിൽ നിന്ന് 2 ഭാഗത്തേക്കും അതിവേഗം പടരുമ്പോൾ ആ വേവ് ചെന്ന് ഇടിക്കുന്ന ഭാഗമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്. ആ വേവ് ഇടിച്ചത് അമ്പലത്തിലാണ്. ആ സൺ ടെമ്പിൾ ആ നിമിഷം അനവധി കല്ലുകളായി പൊളിഞ്ഞ് താഴേക്ക് വീണു. ശരിക്കും ആ വേവ്സ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ആ മലമുകളിലുള്ള പല പാറകളിലും ഇടിക്കുന്നുണ്ട്. ആ പാറകളിൽ അത് ഇടിച്ചതോടുകൂടി പാറകൾ ഇടിഞ്ഞ് താഴേക്ക് അതിവേഗം ഉരുണ്ടുവരികയാണ്. ഈ സംഭവം അറിയാതെ താഴെ ഡസൻ റൈസിന്റെയും നെസ്രയുടെയും യുദ്ധത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സൈന്യത്തിന്റെ മുകളിലേക്കാണ് മുകളിൽ നിന്ന് പാറകൾ ഉരുണ്ടു വീണു തുടങ്ങിയത്. കൂറ്റൻ പാറകൾ. ആ സേനയ്ക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടും മുമ്പ് പലരുടെയും മുകളിൽ പാറ വീണിരുന്നു. എന്താണ് മുകളിൽ സംഭവിക്കുന്ന ആർക്കും ഒരു പിടിയില്ല. ശരിക്കും വൻ ശബ്ദത്തോടുകൂടി പാറകൾ താഴേക്ക് വരികയാണ്. ഈ സമയത്ത് മുകളിൽ വീണ്ടും വീണ്ടും പ്രകാശം കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശം കൂട്ടിമുട്ടുമ്പോഴൊക്കെ തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ തരംഗങ്ങൾ ആ മലമുകൾ ഏതാണ്ട് നിരപ്പാക്കുകയാണെന്ന് പറയാം. 2 അമാനുഷിക ശക്തിയുള്ള വ്യക്തികൾ അവിടെ കൂട്ടിമുട്ടുന്നു എന്നർത്ഥം. രസകരമായൊരു കേസ് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്.
ലോർഡ് ഹാൻസ് അയാളുടെ കയ്യിലിരിക്കുന്ന വാൾ ഉപയോഗിച്ച് അതിശക്തമായി ഡ്രാഗൺ ബേർഡിന്റെ ആ ലൈറ്റിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഡ്രാഗൺ ബേർഡിന്റെ ഉടമ സോഡ് മാസ്റ്റർ ബെയ്ലി നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുകയാണ്. അയാളുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ആ വാളിനെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, ആ വാളിനെ തൊടാതെ. ആ കാഴ്ച കണ്ട റേഷുവും ഓൾഡ് മിസ്റ്റും അറിയാതെ വാ വിളിച്ചു പോവുകയാണ്. റേഷു ഓൾഡ് മിസ്റ്റിനോട് പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റുന്നില്ല, 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അയാളുടെ ആ കപ്പാസിറ്റിയിൽ, സ്കില്ലിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. വെസ്റ്റ് ലൂക്കോസിയാക്കി മാറ്റിയതിൽ റൂഫസ് റൈസിന്റെ ആ 3 സേനാധിപന്മാർക്കും പങ്കുണ്ട്. അതിൽ ഏറ്റവും ശക്തൻ സോൾ മാസ്റ്റർ ബൈലിയാണ്. ആ ബൈലിയുടെ കഴിവിനെ കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് ആരും വെസ്റ്റ് ലൂക്കോസിയെ ആ കാലഘട്ടത്തിൽ ആക്രമിക്കാതിരുന്നത്. അതേ ബൈലി ഇതാ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ എന്തായിരുന്നു അത് തന്നെ ഇപ്പോഴും കാണിക്കുകയാണ്. അമ്പരപ്പോടെ ആ കാഴ്ച കണ്ട ഓൾഡ് മിസ്റ്റ് റേഷ്യോട് ചോദിച്ചു, നമുക്ക് സപ്പോർട്ട് ചെയ്താലോ? ലോർഡ് ഹാൻസ് നമ്മുടെ സപ്പോർട്ട് ഇപ്പൊ ഇഷ്ടപ്പെടത്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ബൈലി നമ്മളെ തീർക്കും. നമുക്ക് കാത്തിരിക്കാം, അനുയോജ്യമായ ഒരു ടൈം വരും. ലോർഡ് ഹാൻസും സോഡ് മാസ്റ്റർ ബൈലിയും തമ്മിലുള്ള ആ യുദ്ധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സമയം അത് വരുമെന്ന് തന്നെയാണ് റേഷ്യുവിന്റെ വിശ്വാസം. റേഷ്യോ പറഞ്ഞത് ഓൾഡ് മിസ്റ്റർ മനസ്സിലായി. നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാതെ വിരലുകൊണ്ട് ആ വാളിനെ നിയന്ത്രിക്കുന്ന ബൈലി അവരെ സംബന്ധിച്ചിടത്തോളം തൊടാൻ പറ്റാത്ത ഒരു അസ്തിത്വമാണ്. ഈ സമയത്ത് ലോർഡ് ഹാൻസും ബൈലിയും തമ്മിലുള്ള യുദ്ധം അടുത്ത ലെവലിലേക്ക് കടന്നു. ലോർഡ് ഹാൻസ് അയാളുടെ വാൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ ഒരു സ്റ്റാർ വരച്ചു, 6 മൂലകളുള്ള നക്ഷത്രം. ആ നക്ഷത്രം അയാൾ വരച്ചപ്പോൾ ആ നക്ഷത്രത്തിന് ഒരു നീല പ്രകാശം ഉണ്ടായി. ശരിക്കും അന്തരീക്ഷത്തിൽ അയാൾ ഒരു നക്ഷത്രത്തെ സൃഷ്ടിക്കുകയായിരുന്നു. ആ നക്ഷത്രത്തിനെ സൃഷ്ടിച്ചതും അയാൾ ബെയ്ലിയോട് പറഞ്ഞു, ഇത് സോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, സകലതും നശിപ്പിക്കുന്ന ഈ വാളിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും ആ നീല പ്രകാശമുള്ള നക്ഷത്രം ബെയ്ലിക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ നക്ഷത്രം മുന്നോട്ട് പാഞ്ഞു വരുമ്പോൾ ആ നക്ഷത്രത്തിന്റെ ദിശയിലുള്ള സകല സംവിധാനങ്ങളും ഏതാണ്ട് നിശ്ചലമാവുകയാണ്. സകലതും ഏതാണ്ട് തണുത്തുറഞ്ഞതുപോലെയാണ്. ആ നക്ഷത്രത്തിന്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു കാഴ്ച കൂടി കാണാം. ശരിക്കും തിളക്കമുള്ള ഒരു വാള് നക്ഷത്രത്തിന്റെ അകത്തുണ്ട്. സോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ആ വാളുമായിട്ടാണ് ആ നക്ഷത്രം ബെയ്ലിക്ക് നേരെ കുതിച്ചു വരുന്നത്. നീല നിറത്തിലുള്ള പ്രകാശം ഒഴിപ്പിച്ചുകൊണ്ട് ആ നക്ഷത്രം ആ വാളുമായി അതിവേഗം മുന്നോട്ട് കുതിച്ചതും ബെയ്ലിയുടെ ആ ഡ്രാഗൺ ബേർഡ് പുറപ്പെടുപ്പിക്കുന്ന ആ സുവർണ കടലുള്ള പ്രകാശം സുവർണ നിറത്തിലുള്ള ഒരു ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറി. ശരിക്കും ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറിയ പ്രകാശം അതിവേഗം മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അതേ വേഗതയിൽ മറുഭാഗത്ത് നിന്ന് ആ നക്ഷത്രം നീലപ്രകാശമായി മുന്നോട്ട് കുതിച്ചു. ആ നീലപ്രകാശവും ആ സുവർണ പ്രകാശവും ആ മലയുടെ മുകളിൽ ഒന്ന് ഏറ്റുമുട്ടിയ ആ നിമിഷം ശരിക്കും ചെവിട പൊട്ടിപ്പോകുന്ന ഒരു ശബ്ദമുണ്ടായി, ഒരു സ്ഫോടനം. ആ സ്ഫോടനം ശരിക്കും വേവ്സ് ഉണ്ടാക്കുകയാണ്. ആ വേവ്സ് ആ നിമിഷത്തിൽ ആ മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന അമ്പലത്തെ പൂർണ്ണമായും പൊളിച്ചടുക്കി. ശരിക്കും ആ വേവ്സ് ഇടിക്കുന്നതും ആ അമ്പലത്തിൽ ബാലൻസ് ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ ചിതറി ദൂരേക്ക് തെറിക്കുകയാണ്. ആ വേവ്സുകൾ കടന്നു പോകുന്ന ഭാഗത്തുള്ള മുഴുവൻ പാറകളും താഴേക്ക് അതിവേഗതയിൽ ശരവേഗതയിൽ കുതിക്കുമ്പോൾ ആ കല്ലുകൾ വന്നു വീഴുന്ന ഭാഗത്തുണ്ടായിരുന്ന ഭടന്മാർ ആ നിമിഷം കൊല്ലപ്പെടുകയാണ്. മലയുടെ മുകളിൽ നിന്ന് മിസൈലുകൾ പോലെ താഴേക്ക് കല്ലുകൾ പാഞ്ഞു വരുമ്പോൾ മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന റേഷ്യുവും അതുപോലെ ഓൾഡ് മിസ്റ്റും ഒത്തിരി പുറകിലോട്ട് തെറിച്ചു വീണു. ശരിക്കും ആ വേവ്സ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സായ അവർ രണ്ടുപേരെയും ഒരുപാട് പുറകോട്ട് തെറിപ്പിക്കുകയായിരുന്നു. ആ മലയുടെ മുകളിൽ ആ ബ്ലൂ സോഡ് തറയിൽ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. തൊട്ട് അടുത്ത് ആ സോഡി പിടിച്ച് സാക്ഷാൽ ലോർഡ് ഹാൻസ് നിൽപ്പുണ്ട്. അതേ സമയത്ത് കുറച്ചു ദൂരെ സോഡ് മാസ്റ്റർ ബെയ്ലി നിന്ന സ്ഥലത്ത് അതുപോലെ നിൽക്കുകയാണ്. അയാളുടെ തൊട്ടു മുമ്പിൽ ആ ഡ്രാഗൺ ബേർഡ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ബെയ്ലി ലോർഡ് ഹാൻസ് നോക്കി ലോർഡ് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, നീ തോറ്റു. ബെയ്ലി അത് പറഞ്ഞതും ഹാൻസ് ബെയ്ലിയോട് പറഞ്ഞു, ഞാൻ പരാജയപ്പെടുന്നു. ആരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ട് ലോർഡ് ഹാൻസ് തറയിൽ കുത്തി നിൽക്കുന്ന ആ വാള് വലിച്ചൂരിട്ട് അയാളുടെ കയ്യിലൂടെ ഒന്ന് ഓടിച്ചു. അയാളുടെ കയ്യിലൂടെ ആ വാൾ അങ്ങനെ ഓടിപ്പോയതും അയാളുടെ കൈ മുറിഞ്ഞു. ശരിക്കും രക്തം അയാളുടെ കയ്യിൽ ഇങ്ങനെ ഒലിച്ചു വരികയാണ്. ലോർഡ് ഹാൻസ് അതിനുശേഷം ആ വാള് ആ രക്തത്തിലോട്ടൊന്ന് തേക്കുകയാണ്. പെട്ടെന്നാണ് അയാളുടെ ആ വാള് പൂർണ്ണമായി രക്തത്തിൽ കുളിക്കുന്നത്. ആ രക്തത്തിൽ ആ വാള് കുളിച്ചതും അയാൾ ചുറ്റും ഒരു വൃത്തം വരയ്ക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആക്ഷൻസ് ആണ് ഹാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് റേഷ്യുവിനും അതുപോലെ ബ്ലാക്ക് മിസ്റ്റിനും അവിടെ മനസ്സിലായിട്ടില്ല. പക്ഷേ ലോർഡ് ഹാൻസ്
അയാളുടെ അവസാന ശ്രമം നടത്താൻ പോവുകയാണെന്നൊരു തോന്നൽ റേഷ്യൂനും അതുപോലെ ഓൾഡ് മിസ്റ്റിനും ഉണ്ട്. അവർ ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ ഹാൻസിന് ചുറ്റും രക്തത്തിന്റെ നിറത്തിലുള്ള ഒരു മഞ്ഞ് രൂപപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ബ്ലഡ് മിസ്റ്റ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഒരു മഞ്ഞ് ഹാൻസിന് ചുറ്റും രൂപപ്പെട്ടതും ഹാൻസ് മുന്നോട്ട് കുതിക്കുകയാണ്. ദൂരെന്ന് ഈ കാഴ്ച കാണുന്ന റേഷ്യൂം ബ്ലാക്ക് മിസ്റ്റും കാണുന്നത് ഒരു രക്തമേഘം ആ മലയുടെ മുകളിൽ കൂടി മുന്നോട്ട് കുതിക്കുന്നതാണ്. അതിശക്തമായ പവറോട് കൂടി ആ ബ്ലഡ് മിസ്റ്റ് ഡ്രാഗൺ ബേർഡ് ബ്ലേഡിന് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ബെയ്ലി അന്തരീക്ഷത്തിൽ ഒരു ആരോ പോലെ വരയ്ക്കുകയാണ്. ആ ആരോ വരച്ച അതേ നിമിഷത്തിൽ ഡ്രാഗൺ ബേർഡ് എന്ന ബ്ലേഡ് ആ ആരോയുടെ രൂപത്തിൽ അതിശക്തമായ സുവർണ പ്രകാശത്തോടുകൂടി മുന്നോട്ട് കുതിച്ചു. ഇതേ സമയത്ത് രക്തം മഞ്ഞിന്റെ ഇടയിൽ നിന്ന് ഒരു വാൾ അതിശക്തമായ പ്രകാശത്തോടു കൂടി ഡ്രാഗൺ ബ്ലേഡിനെ ലക്ഷ്യമായി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ശരിക്കും ചുവപ്പ് കലർന്ന ഒരു പ്രകാശവും സുവർണ നിറത്തിലുള്ള പ്രകാശവും മുഖാമുഖം വരികയാണ്. വൻതോതിൽ ശക്തി വർദ്ധിച്ചിരിക്കുന്ന ലോർഡ് ഹാൻസിന്റെ ആ ബ്ലഡ് മിസ്റ്റ് സോഡ് ഡ്രാഗൺ ബേർഡ് സോഡുമായി ഒന്ന് കൂട്ടിമുട്ടി. ശരിക്കും ചെവിട അടിച്ചു പോകുന്ന ശബ്ദത്തോടു കൂടി ആദ്യം ആ പ്രകാശങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു. ആ പ്രകാശം കൂട്ടിമുട്ടി അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ സോഡുകൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നതാണ്. ശരിക്കും കണ്ണം ചെക്കുന്ന വേഗതയിൽ ആ സോഡുകൾ ഏറ്റുമുട്ടുകയാണ്. ആ സോഡുകളുടെ ഇരുപുറത്തും അതിന്റെ ഉടമകളുണ്ട്. ഹാൻസ് ആ വാളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബൈലി ആ വാളിനെ ഒറ്റ വിരൽ കൊണ്ട് നിയന്ത്രിക്കുകയാണ്. ശരിക്കും അതിശക്തമായി അവ തമ്മിലൊന്ന് ഏറ്റുമുട്ടിയതും അവിടെ ഒരു തീജ്വാലയം ഉയർന്നു. ശബ്ദവും പ്രകാശവും വേവ്സും കൊണ്ട് ആകെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ മലയുടെ മുകൾ ഭാഗം ഒന്ന് കിടുങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് വളരെ ദൂരെ പാറയിൽ ഇടിച്ച് താഴെ വീണ് കിടക്കുന്ന ലോർഡ് ഹാൻസിനെയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാം. ബെയ്ലിയുടെ കയ്യിലിരുന്ന ആ വാള് തെറിച്ച് ഒരു പാറയിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. അത് അവസരമായി കണ്ട റേഷ്യൂ ആ നിമിഷത്തിൽ അയാളുടെ കൈ അമ്പും വെല്ലും ആകൃതിയിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത നിമിഷത്തിൽ അയാളുടെ ആ കയ്യിൽ നിന്ന് ഒരു അമ്പ് അതിശക്തമായി ബെയ്ലിക്ക് നേരെ പാഞ്ഞു. ബെയ്ലിയുടെ കയ്യിൽ ഇപ്പോൾ വാളില്ലാത്ത ആ അവസരം വിനിയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് റേഷ്യൂ ആ അമ്പ് അയച്ചതും ബ്ലാക്ക് മിസ്റ്റ് നിന്ന സ്ഥലത്ത് നിന്ന് അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന വേഗതയിൽ മുന്നോട്ട് കുതിക്കുകയും ബെയ്ലിയുടെ തൊട്ടുപുറകിൽ എത്തുകയും ചെയ്തു. ബെയ്ലിയുടെ നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് അമ്പയച്ച റേഷ്യൂ ആ രംഗത്തേക്ക് തന്നെ നോക്കുമ്പോഴേക്കും മറുഭാഗത്തു നിന്ന് ഒരു കൈ ബെയ്ലിയുടെ കഴുത്തിനൊരു പാഞ്ഞു വന്നു. ബ്ലാക്ക് മിസ്റ്റിന്റെ കൈയാണ്. വാള് കയ്യിലില്ലാത്ത ബെയ്ലി ഇതാ അവസാനിക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ റേഷ്യനുണ്ടായ ആ നിമിഷത്തിൽ ബെയ്ലി വലത് കൈയിലെ രണ്ട് വിരലുപയോഗിച്ച് അയാളുടെ തൊട്ടു മുമ്പിലെത്തിയ അമ്പൊന്ന് പിടിച്ചു. ഡസൻ റൈസ് അമ്പ് പിടിക്കുന്ന അതേ ശൈലിയിൽ ബെയ്ലി ആ അമ്പിനെ രണ്ട് വിരലുകൊണ്ടായി പിടിക്കുകയായിരുന്നു. ആ കാഴ്ച ശരിക്കും ഒരു ഞെട്ടൽ റേഷ്യൂന് ഉണ്ടാക്കിയ അതേ നിമിഷത്തിൽ ബെയ്ലി ഒന്ന് തിരിഞ്ഞു. ബെയ്ലി തിരിയുമ്പോൾ ബെയ്ലിയുടെ കഴുത്തിന് തൊട്ടടുത്ത് ബ്ലാക്ക് മിസ്റ്റിന്റെ കൈ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് മിസ്റ്റിനെ ആ കൈ ബെയ്ലി അങ്ങ് പിടിച്ചു. ബെയ്ലി ആ കൈയിലേക്ക് പിടിച്ചപ്പോൾ ബ്ലാക്ക് മിസ്റ്റ് ശരിക്കും ഞെട്ടി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ബ്ലാക്ക് മിസ്റ്റും അതുപോലെ റേഷ്യൂ ആക്രമിച്ചത്. പക്ഷെ അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ഇതാ ബെയ്ലി അവരുടെ ആ ആക്രമണത്തെ നിസ്സാരമായി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കൈയിൽ അമ്പും മറുകൈയിൽ ബ്ലാക്ക് മിസ്റ്റിന്റെ കൈയുമാണ് ഇപ്പോ ബെയ്ലിയുടെ കയ്യിലുള്ളത്. ബെയ്ലി ബ്ലാക്ക് മിസ്റ്റിനെ നോക്കിയിട്ട് ഉറക്കെ റേഷ്യൂയോട് ചോദിച്ചു, എന്താ നിങ്ങൾ രണ്ടും കൂടി ഈ ശൈലിയിൽ ഒരു ആക്രമണം നടത്തിയാൽ എന്നെ വീഴ്ത്താമെന്ന് കരുതിയോ? സോഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന ബെയ്ലി ആ സോഡിന്റെ കരുത്തിൽ മാത്രമല്ല ശക്തനായതെന്ന് ആ നിമിഷമാണ് റേഷ്യൂവിനും ബ്ലാക്ക് മിസ്റ്റിനും മനസ്സിലായത്. എന്താണ് റേഷ്യൂ ആലോചിക്കുമ്പോഴേക്കും ഒരു വൻ ശബ്ദം ആ മലയുടെ മുകളിൽ കേട്ടു. ശരിക്കും അമ്പരപ്പോടെ റേഷ്യൂവും അതേ അമ്പരപ്പോടെ ബ്ലാക്ക് മിസ്റ്റും നോക്കുമ്പോഴേക്കും ചുവന്ന നിറത്തിലുള്ള ഒരു കുന്തം ബെയ്ലിയുടെ തലയ്ക്ക് മുകളിലേക്ക് പാഞ്ഞു വരുന്നതാണ് അവർ കണ്ടത്. ശരിക്കും ആ കുന്തം പാഞ്ഞു വരുമ്പോൾ അതിശക്തമായ ഒരു ഫോഴ്സ് ആ കുന്തം താഴോട്ട് സൃഷ്ടിച്ചു. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ബെയ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് മിസ്റ്റ് ദൂരേക്ക് തെറിച്ചു. അതേ നിമിഷത്തിൽ തന്നെ ബെയ്ലിയുടെ മറ്റേ കയ്യിലുണ്ടായിരുന്ന ആ അമ്പ് കഷ്ണം കഷ്ണമായി ചിതറി ദൂരേക്ക് തെറിക്കുകയാണ്. ശരിക്കും അതിശക്തമായ ഒരു ഫോഴ്സ് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരികയാണ്. ആ ഫോഴ്സ് ചുവന്ന കുന്തത്തിന്റെ രൂപത്തിൽ താഴേക്ക് വരുന്ന കണ്ടതും ബെയ്ലി ഉറക്കെ ആ കുന്തത്തിന്റെ ദിശ നോക്കി വിളിച്ചു ചോദിച്ചു, ലേയുവാൻവോ നിങ്ങളും എത്തിയല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ബെയ്ലി അയാളുടെ ചൂണ്ടുവിരൽ ആ കുന്തത്തിനെതിരെ ഉയർത്തി. ബെയ്ലിയുടെ വാള് കൈന്ന് തെറിച്ച് പാറയിൽ തറച്ചു കയറിയിരിക്കുകയാണ്. ആ വാള് എടുത്താണ് അയാൾ ആ കുന്തത്തിനെ തടുക്കേണ്ടത്. പക്ഷെ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ബെയ്ലി
അയാളുടെ ചൂണ്ടുവിരൽ ആ കുന്തത്തിന് നേരെ ഉയർത്തിയിരിക്കുകയാണ്. ബെയിലിയുടെ ചൂണ്ടുവിരൽ ആ കുന്തത്തിന് നേരെ തിരിഞ്ഞതും ആ കുന്തം ബെയിലിയുടെ ചൂണ്ടുവിരലിന് നേരെ ബലം പ്രയോഗിക്കുകയാണ്. ശരിക്കും അതിശക്തമായ ഒരു ഫോഴ്സ് ആ കുന്തത്തിന് താഴേക്ക് വരുന്നുണ്ട്. അതേ ശക്തി തന്നെ ബെയിലി മുകളിലേക്ക് കൊടുക്കുകയാണ്. ബെയിലിയുടെ ചൂണ്ടുവിരലിൽ നിന്ന് ഒരു സുവർണ പ്രകാശം മുകളിലേക്ക് പോകുമ്പോൾ ആ കുന്തത്തിന് താഴേക്ക് ഒരു ചുവന്ന പ്രകാശം വരികയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന പ്രകാശങ്ങൾ തമ്മിൽ ആ ഭാഗത്ത് കൂട്ടിമുട്ടുകയാണ്. അതിന്റെ ഫലമായി ചുവന്ന പ്രകാശത്തിൽ ബെയിലി അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ഇപ്പോ നമുക്ക് ആ കുന്തത്തിന്റെ മറുഭാഗത്ത് ഒരാളെ കാണാം. അതാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവൻ സാക്ഷാൽ ലീ യുവാൻ വു. ലോകത്തെ അതിശക്തരായ ആളുകളുടെ ലിസ്റ്റിൽ 2ാം റാങ്കുകാരൻ. 1ാം റാങ്കുകാരൻ കോർണിലിയസ് ഷുവാൻചിയാണ്. ലോങ് മൗണ്ടനിൽ സന്യാസ ജീവിതം നയിക്കുന്ന കോർണിലിയസ് ഷുവാൻചി സാധാരണഗതിയിൽ മറ്റൊരു കാര്യങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് സത്യത്തിൽ ഇപ്പൊ ലോക നമ്പർ 1 ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലീ യുവാൻ വു ആണ്. ആ ലീ യുവാൻ വു ആണ് ഇപ്പൊ ഇതാ ആ കുന്തം ഉപയോഗിച്ച് ബെയിലിയെ അറ്റാക്ക് ചെയ്യുന്നത്. ശരിക്കും അതിശക്തമായ പ്രഷർ ലീ യുവാൻ വു ബെയിലിക്ക് നേരെ കൊടുക്കുന്നുണ്ട്. ബെയിലിയുടെ കയ്യിലാണെങ്കിൽ ആയുധവുമില്ല. ബെയിലി ഒറ്റ വിരല് കൊണ്ടാണ് ലീ യുവാൻ വുവിന്റെ ആ അറ്റാക്കിനെ തടുക്കുന്നത്. ആ രംഗം വല്ലാത്തൊരു കൗതുകത്തോടെയും അമ്പരപ്പോടെയും അതിശയത്തോടെയാണ് തറയിൽ വീണ് പരിക്കേറ്റിരിക്കുന്ന ലോർഡ് ഹാൻസും റേഷുവും അതുപോലെ ബ്ലാക്ക് മിസ്റ്റും ഒക്കെ കാണുന്നത്. വേൾഡ് നമ്പർ 2 ലീ യുവാൻ വു ആണ് എത്തിയിരിക്കുന്നത്. ഇനി അവർക്ക് ഭയക്കേണ്ട കാര്യമേ ഇല്ല. ലീ യുവാൻ വു ആണ് സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ഡ്രാഗൺ മാർഷൽ എന്ത് കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ലീ യുവാൻ വു ആണ്. ലീ അവിടെ എത്തിയ സ്ഥിതിക്ക് തങ്ങളുടെ കാര്യം സുരക്ഷിതമായെന്ന് ഒരു ഫീല് റേഷുവിനും ബ്ലാക്ക് മിസ്റ്റിനും അതുപോലെ ലോർഡ് ഹാൻസിനും ഉണ്ട്. ശരിക്കും ശക്തമായ പ്രഷറാണ് ലീ യുവാൻ വു ബെയിലിക്ക് മുകളിൽ കൊടുക്കുന്നത്. ബെയിലി ഒറ്റ വിരൽ കൊണ്ട് ആ കുന്തത്തിനെ അങ്ങനെ തടുത്തിരിക്കുകയാണ്. ലീ യുവാൻ വുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് ബെയിലിയുടെ വിരലിലെ ശക്തി പതുക്കെ പതുക്കെ കൂടി വന്നു. ബെയിലി ആ കുന്തത്തിലേക്ക് കൊടുക്കുന്ന പവർ കൂടിക്കൂടി വരുന്നതും ലീ യുവാൻ വുക്ക് ഒരു അമ്പരപ്പ്. അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ബെയിലിക്ക് ശക്തിയുണ്ട്. താൻ കൂടുതൽ ശക്തി താഴേക്ക് കൊടുത്താൽ ബെയിലി കൂടുതൽ ശക്തി മുകളിലേക്ക് കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ലീ യുവാൻ വു പെട്ടെന്ന് ആ കുന്തവുമായി ഒരൊറ്റ മാറിച്ചിൽ ഏതാനും അടി മാറി അയാൾ തറയിൽ ലാൻഡ് ചെയ്തു. ലീ, നിനക്ക് ഇപ്പോഴും ഭയമാണല്ലേ? ലീ യുവാൻ വു എന്തുകൊണ്ടാണ് ആ കുന്തം പിൻവലിച്ച് ദൂരേക്ക് ചാടി മാറിയതെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും ബെയിലിക്ക് അറിയാം. ലീ യുവാൻ വുയുടെ ദേഹത്ത് പരിക്ക് പറ്റുമെന്നൊരു ഭയം അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് അയാൾ ആ കുന്തവുമായി അവിടുന്ന് ചാടി മാറിയത്. ബെയിലി, നീ എന്ത് കരുതുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. നിന്നെ അറ്റാക്ക് ചെയ്യാൻ എനിക്ക് വേറെയും മാർഗങ്ങളുണ്ട്. അങ്ങനെ ലീ യുവാൻ വു പറയുമ്പോഴേക്കും ബെയിലി വലത് കൈയൊന്ന് നീട്ടി. ആ നിമിഷത്തിൽ ആ പാറയിൽ തങ്ങിയിരുന്ന ആ ഡ്രാഗൺ ബേർഡ് എന്ന വാള് പറന്ന് ബെയിലിയുടെ കയ്യിലേക്ക് വന്നു. ബെയിലിയുടെ വലത് കൈയിലേക്ക് ആ ഡ്രാഗൺ ബേർഡ് പറന്നു വന്ന് നിൽക്കുകയാണ്. ആ ഡ്രാഗൺ ബേർഡ് ബെയിലിയുടെ കയ്യിലേക്ക് വന്നതും ബെയിലി ഒന്ന് കറങ്ങി ലൂവിനെ ആഞ്ഞു വെട്ടി. ആ വെട്ടിനെ ലൂ യുവാൻ വു അയാളുടെ കയ്യിലിരിക്കുന്ന ആ കുന്തം ഉപയോഗിച്ച് തടുത്തു. ശരിക്കും ഒരു അടിപൊളി സംഘടനം ആ മലയുടെ മുകളിൽ ആരംഭിച്ചു. വേൾഡ് നമ്പർ 2 ലൂ യുവാൻ വുവും വേൾഡ് നമ്പർ 3 സാക്ഷാൽ ബെയിലിയും തമ്മിലുള്ള ഒരു മാരകമായ സംഘടനമാണ് അവിടെ ആരംഭിച്ചത്. ബെയിലി അതിശക്തനാണെന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലീ യുവാൻ വുക്ക് മനസ്സിലായി. ബെയിലിയുടെ ഒരു വെട്ട് ലീ യുവാൻ വുയുടെ നെഞ്ചിലൂടെ അങ്ങനെ തൊട്ടുപോയി. അയാളുടെ ആർമറിന്റെ പുറത്തുകൂടിയാണ് തൊട്ടുപോയിരിക്കുന്നത്. ബെയിലിയുടെ കരുത്ത് ആ വാള് അയാളുടെ നെഞ്ചി തൊട്ട നിമിഷത്തിൽ ലീ യുവാൻ വുക്ക് മനസ്സിലായി. ആ നിമിഷം മുതൽ ആ യുദ്ധം സകല സീമകളും ലംഘിക്കുകയാണ്. ശരിക്കും ആകാശം ഭൂമിയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് 2 തുല്യ ശക്തർ ഏറ്റുമുട്ടുകയാണ്. ആ ഭാഗത്തുള്ള സകല സംവിധാനങ്ങളെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. 2 പേരുടെ കയ്യിലുമുള്ള ആയുധങ്ങൾക്ക് പുറമെ ചുറ്റുമുള്ള സകലതും ആയുധങ്ങളായി മാറുകയാണ്. പൊളിഞ്ഞു വീണ ആ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ സ്വാഭാവികമായും 2 പേരും പരസ്പരം ഉപയോഗിക്കുകയാണ്. മുകളിൽ തീ പാറുന്ന ആ ഫൈറ്റ് നടക്കുമ്പോൾ താഴെ നെസ്റ്ററും ഡസ്റ്റും തമ്മിലുള്ള യുദ്ധം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. നെസ്റ്ററെ തറ തൊടാതെ ആക്രമിക്കുകയാണ് ഡസ്റ്റിൻ. എന്നാൽ അതേ സമയത്ത് ഡസ്റ്റിന് നെസ്റ്ററെ കൊണ്ട് പരാജയപ്പെടുത്താൻ പറ്റുന്നുമില്ല. ഡസ്റ്റിന്റെ എനർജി കുറഞ്ഞു വരുന്നത് നെസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ട്. നെസ്റ്റർ ഡസ്റ്റോട് പറഞ്ഞു, ഹേയ് ലോഗൻ, ഇനി നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ തളർന്നു തുടങ്ങിയത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നെസ്റ്റർ, നീയും തളർന്നു തുള്ളാനും എനിക്കും അറിയാം. ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, നിന്നെ കൊന്നിട്ടേ ഞാൻ ചാവൂ. നെസ്റ്ററെ കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഡസ്റ്റൻ റൈസിനുള്ളൂ.
ഡെസ്റ്റിൻ റൈസിന്റെ ആ പിടിവാശി നെസ്റ്ററെ ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നെസ്റ്റർ ഡെസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, നിനക്ക് എന്റെ ഡിഫൻസ് തകർക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ നെസ്റ്റർ പറഞ്ഞതും നെസ്റ്റർ ഇടത് കൈ പോക്കറ്റിലേക്ക് താഴുകയും അതിൽ നിന്ന് 2 സിൽവർ നീഡിലുകൾ പുറത്തു വരികയും ചെയ്തു. ആ സിൽവർ നീഡിലുകൾ അടുത്ത നിമിഷത്തിൽ ഡെസ്റ്റിന്റെ തലയ്ക്ക് പിന്നിലേക്ക് കുത്തിക്കയറ്റി. ശരിക്കും റൈസ് കുടുംബത്തിന്റെ അതിശക്തമായ ആ ആയുധം ഡെസ്റ്റിൻ ഇതാ പുറത്തെടുക്കാൻ പോവുകയാണ്. അവന്റെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് എടുക്കുന്ന ഒരു ടെക്നിക്. ആ കാഴ്ച സ്വാഭാവികമായും നെസ്റ്റർ ശ്രദ്ധയപ്പെട്ടു. നെസ്റ്റർ ഡെസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, നീ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ശ്രമം നടത്താൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ നെസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷത്തിൽ ഡെസ്റ്റിൻ റൈസിന്റെ ആക്രമണത്തിന്റെ തീവ്രത കൂടിയത് നെസ്റ്റർ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. നെസ്റ്ററുടെ പുറത്തുള്ള ആ ഗോൾഡൻ ബെല്ല് ആദ്യമായി ഒന്ന് പൊട്ടി. ശരിക്കും അദൃശ്യമായ ബെല്ലിന്റെ രൂപത്തിലുള്ള ഒരു കവറാണ് നെസ്റ്റർക്ക് ഉള്ളത്. ആ കവർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡെസ്റ്റിൻ ആക്രമിക്കുന്നത്. ആദ്യമൊന്നും ഡെസ്റ്റിന് ആ കവർ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിലും ഇപ്പോ ഡെസ്റ്റിന്റെ ആക്രമണത്തിന്റെ ശക്തി കൂടിയപ്പോൾ ആ കവർ തകർന്നു തുടങ്ങി. ശരിക്കും അപകടം നെസ്റ്റർ മണക്കുകയാണ്. നെസ്റ്റർ വേൾഡ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ അയാൾക്ക് മറ്റൊരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ ലോഗൻ റൈസിനെ തോൽപ്പിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ പറ്റുന്നില്ല. ലോഗൻ വിട്ടുകൊടുക്കാതെ പൊരുതുകയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് മോൺഗോമറി അയാളുടെ അനുയായികളോട് പറഞ്ഞു, നമുക്ക് നെസ്റ്റർ സഹായിക്കണം. അങ്ങനെ മാർക്ക് പറഞ്ഞ ആ നിമിഷത്തിൽ അബിഗൽ ചാടി എണീറ്റു. അത് വേണ്ട, അവർ ഫൈറ്റ് ചെയ്യട്ടെ. ആരെങ്കിലും മുന്നോട്ട് കുതിച്ചാൽ അവരെ ഞാൻ കൊല്ലും. അവളുടെ കയ്യിൽ അപ്പോഴും ആ ബോളുകളുണ്ട്. അബിഗൽ അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് മോൺഗോമറിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് നടുങ്ങി. അവർക്ക് ആ യുദ്ധം തുടങ്ങിയ സമയത്ത് അബിഗലിന്റെ ആ ബോളുകൾ വരുത്തിയ നഷ്ടം നന്നായിട്ട് അറിയാം. തന്റെ സേന അനങ്ങുന്നില്ലെന്ന് കണ്ടതും മാർക്ക് മോൺഗോമറി പുറകോട്ട് മാറി. ഡെസ്റ്റിനെ തകർക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അയാൾ നോക്കുന്നത്. യുദ്ധം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. ലോഗൻ റൈസും നെസ്റ്ററും തമ്മിലുള്ള ആ യുദ്ധം ശരിക്കും സമാനതകളില്ലാത്തൊരു യുദ്ധം തന്നെയാണ്. 2 തുല്യ ശക്തി തമ്മിലുള്ള യുദ്ധമാണ്. സകല ആയുധങ്ങളും എടുത്തുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവസാനം നെസ്റ്റർ പുറകോട്ട് തെറിച്ചു. ഡെസ്റ്റിന്റെ കയ്യിലെ വാൾ അതിശക്തമായി നെസ്റ്റർ ബോഡിയിലൂടെ കടന്നുപോയതും ആ പവറിൽ നെസ്റ്റർ പുറകോട്ട് തെറിച്ചതാണ്. നെസ്റ്റർ ഒരു പാറലിടിച്ച് താഴേക്ക് വീണു. നെസ്റ്റർ വീഴുന്ന കാഴ്ച അബിഗലിനെ തെല്ലെന്നുമല്ല സന്തോഷിപ്പിച്ചത്. അബിഗൽ സന്തോഷത്തോടുകൂടി ആ കാഴ്ച നോക്കിയിട്ട് ഡെസ്റ്റിനെ നോക്കുമ്പോൾ ഡെസ്റ്റിന്റെ വാള് തറയിൽ കുത്തി നിൽക്കുകയാണ്. ഡെസ്റ്റിൻ ആ വാളി പിടിച്ച് താഴേക്ക് വീണ് കഴിഞ്ഞു. ഡെസ്റ്റിൻ ആ വാളി പിടിച്ച് താഴേക്ക് അങ്ങനെ വീഴുന്ന കാഴ്ച പാറയിൽ ഇടിച്ചു വീണ നെസ്റ്ററും മാർക്ക് മോൺഗോമറിയും കണ്ടു. ആ കാഴ്ച നെസ്റ്ററുടെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരി വിരിക്കുകയാണ്. ലോഗൻ, നീ നിന്റെ കുടുംബത്തിന്റെ ആ രഹസ്യ ടെക്നിക്ക് ഉപയോഗിച്ച് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അല്പസമയം കൂടി നീ പിടിച്ചു നിന്നിരുന്നെങ്കിൽ നിനക്കെന്നെ കഴിഞ്ഞനെ. ഇനി നിനക്ക് അത് പറ്റില്ല. അങ്ങനെ അയാൾ പറയുമ്പോൾ അയാൾ മാർക്ക് മോൺഗോമറിയെ നോക്കി. മാർക്ക് മോൺഗോമറിയെ നോക്കിയിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ലോഗനെ ഇനി എണീക്കാൻ പറ്റില്ല, കൊല്ലവനെ. മാർക്ക് മോൺഗോമറിക്ക് കാര്യം മനസ്സിലായി. അയാൾ ബാലൻസ് ഉണ്ടായിരുന്ന സേനയോട് പറഞ്ഞു, അറ്റാക്ക്. കേൾക്കേണ്ട താമസം തറയുന്ന എണീക്കാൻ ബുദ്ധിമുട്ടുന്ന ലോഗൻ റൈസിന്റെ അടുത്തേക്ക് ആ സേന മുന്നോട്ട് കുതിച്ചു. ആ നിമിഷത്തിൽ ഡെസ്റ്റിന് മുന്നിൽ കയറുന്ന അബിഗൽ അവരോട് പറഞ്ഞു, ഇവിടേക്ക് വന്നാൽ നിങ്ങളെ മുഴുവൻ ഞാൻ കൊല്ലും. അങ്ങനെ അബിഗൽ പറയുമ്പോൾ മാർക്കിന്റെ ശബ്ദം ഉറക്കെ കേൾക്കാം, നിങ്ങളത് നോക്കണ്ട, അറ്റാക്ക്. എണ്ണ കൂടുതലാണ് മാർക്കിന്റെ ധൈര്യം. അബിഗൽ കുറെ ആളുകളെ കൊല്ലുമെന്ന് മാർക്കിന് അറിയാം. അബിഗലിനും ആ കാര്യം അറിയാം. താനും ഡെസ്റ്റിനും കൊല്ലപ്പെടാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയ ഡെസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, നീ രക്ഷപ്പെട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എങ്കിൽ അത് പറ്റത്തില്ല. രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ അത് ഒരുമിച്ച്. അബിഗൽ രണ്ടും കൽപ്പിച്ചാണ്. അവൾ ഡെസ്റ്റിൻ റൈസിനെ സംരക്ഷിക്കാനായി ഡെസ്റ്റിന്റെ മുന്നിൽ അങ്ങനെ കയറി നിൽക്കുമ്പോൾ ശരിക്കും ഒരു തിര വരും പോലെ സൈന്യം അബിഗലിന് നേരെ പാഞ്ഞു വരികയാണ്. ആ രംഗം കണ്ട അബിഗലിന് ആ കാര്യം ഉറപ്പാണ്. തന്റെ കരുത്തുകൊണ്ട് ആ സൈന്യത്തെ നേരിടാൻ പറ്റില്ല. അബിഗൽ നോക്കുമ്പോൾ നെസ്റ്ററും മാർക്ക് മോൺഗോമറിയും ഒക്കെ മുന്നോട്ട് കുതിക്കുന്നുണ്ട്. ലോഗൻ റൈസിനെ തീർക്കാനുള്ള അവസരം അത് പാഴാക്കി കളയാൻ അവർക്ക് ഉദ്ദേശമില്ലാന്ന് വ്യക്തം. സകല മേഖലയിൽ നിന്നും ആളുകൾ മുന്നോട്ട് കുതിക്കുകയാണ്. ഡെസ്റ്റിന് മുന്നിൽ ഒരേ ഒരു ആളെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൂ, അത് സാക്ഷാൽ അബിഗലാണ്. അബിഗൽ അവളുടെ കയ്യിലുള്ള അവസാന ആയുധമായ ആ ബോളുകൾ പുറത്തെടുത്ത ആ നിമിഷത്തിൽ പെട്ടെന്നൊരു വാൾ ആകാശത്തുള്ള പാഞ്ഞു വന്ന് അബിഗലിന്റെ മുന്നിൽ വന്നങ്ങ് നിന്നു. ശരിക്കും ആ വാൾ അബിഗലിന്റെ മുന്നിൽ വന്നതും അതിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വ്യാപിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ ആ വാളിന്റെ കൂടെ ഒരാളും പ്രത്യക്ഷപ്പെട്ടു. മരത്തിന്റെ മുകളിൽ കൂടി അയാൾ പറന്ന് അവിടെ ഇറങ്ങിയായിരുന്നു. ആ ആളെ കണ്ടതും നെസ്റ്റർക്ക് ഭയങ്കര സന്തോഷം. ഹേയ് ടൈലർ, നിങ്ങൾ എത്തിയ?
വേൾഡ് നമ്പർ 4 ടൈലർ ജെയ്ഡിംഗ് ആണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. ടൈലർ ജെയ്ഡിംഗ് താഴെ വീണ് കിടക്കുന്ന ഡസൻ റൈസിനെയും അയാളുടെ മുന്നിൽ നിൽക്കുന്ന അബീഗലിനെയും നോക്കിയിട്ട് നെസ്ർ നോക്കുമ്പോൾ നെസ്ർ ടൈലറോട് പറഞ്ഞു, ടൈലർ ഒന്നും നോക്കണ്ട, ലോകനെ കൊന്നേക്ക്. നെസ്ർ അത് പറഞ്ഞതും ടൈലർ നെസ്രോട് പറഞ്ഞു, എന്നോട് ആജ്ഞാപിക്കുന്നു. അങ്ങനെ ടൈലർ പറഞ്ഞതും ടൈലറുടെ മുന്നിലുണ്ടായിരുന്ന വാള് ഒന്ന് മുന്നോട്ട് നീങ്ങുന്നതും ഒരേ വേഗതയിലാണ്. ശരിക്കും ഒരു സോഡ് ലൈറ്റ് അവിടെ ഉണ്ടായെന്ന് പറയാം, ഒരു പ്രകാശം. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കും മുമ്പ് നെസ്റുടെ കഴുത്തിലൂടെ ആ വാളങ്ങ് കടന്നുപോയി. നെസ്ർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളുടെ കഴുത്തിലൂടെ ആ വാളങ്ങ് കടന്നു പോകുമ്പോൾ അമ്പരപ്പ് നെസ്റുടെ കണ്ണുകളിൽ ഇപ്പോഴും ദൃശ്യമാണ്. നെസ്റുടെ കണ്ണുകളിൽ മാത്രമല്ല അമ്പരപ്പുള്ളത്, ഈ കാഴ്ച കാണുന്ന മുഴുവൻ ആളുകളുടെ കണ്ണുകളിൽ അമ്പരപ്പുണ്ട്. നെസ്റുടെ തല അയാളുടെ കഴുത്തിൽ നിന്ന് അറ്റ് താഴേക്ക് അങ്ങ് വീണു. ആ തല താഴേക്ക് വീഴുമ്പോഴും ആ കണ്ണുകളിൽ അത്ഭുതമുണ്ട്. അയാളുടെ കഴുത്ത് സാക്ഷാൽ ടൈലർ ജെയ്ഡിംഗ് ഇതാ വെട്ടി മാറ്റിയിരിക്കുന്നു. അമ്പരപ്പ് അതിന്റെ പരിപൂർണതയിൽ അബിഗലിന്റെ മുഖത്തുമുണ്ട്. അവളിത് രണ്ടാമത്തെ തവണയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. തീർന്നു എന്ന് കരുതിയ നിമിഷത്തിൽ ഇതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വരികയും എതിരാളിയുടെ തല കൊയ്തു വീഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട മാർക്ക് മോൺഗോമറി ആദ്യം ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അടുത്ത നിമിഷത്തിൽ അയാൾ ടൈലറോട് പറഞ്ഞു, ഏയ് ടൈലർ, എന്നാ നിങ്ങൾ ഈ കാണിച്ചത്? നിങ്ങൾ ആരെയാ കൊന്നത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ? മാർക്ക് മോൺഗോമറി ആ ചോദ്യം ചോദിച്ചതും ടൈലറുടെ വാള് പെട്ടെന്ന് മാർക്കിന് നേരെ ഒന്ന് ചലിച്ചു. ശരിക്കും ഒരു പ്രകാശമാണ് മാർക്കിന് നേരെ പോയത്. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് മാർക്ക് ആകാശത്തിലൂടെ പറക്കുന്നതാണ്. ശരിക്കും മാർക്കിനെ ആ പ്രകാശം ദൂരേക്ക് തെറിപ്പിച്ചു എന്ന് പറയാം. എത്രയെങ്കിലും ദൂരേക്ക് മാർക്ക് ചെന്ന് വീഴുമ്പോൾ മാർക്കിനെ മാർക്ക് പോലും കണ്ടാൽ തിരിച്ച് അറിയാൻ പറ്റാത്ത വിധത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ കീറി മുറിഞ്ഞിരിക്കുകയാണ്. അനങ്ങാൻ വയ്യാതെ മാർക്ക് തറയിലിങ്ങനെ കിടക്കുമ്പോൾ നെസ്റുടെ കമാൻഡേഴ്സ് അമ്പരപ്പോടെ ആ രംഗം വീക്ഷിക്കുകയാണ്. ആ കമാൻഡർമാരെ നോക്കി ടൈലർ അവരോട് പറഞ്ഞു, നോക്ക്, ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് വേഗം സ്ഥലം വിട്. ടൈലർ ജെയ്ഡിംഗ് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം ആ കമാൻഡേഴ്സിന് അറിയാം. പക്ഷേ അവർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ അവിടെ എത്തിയത് കൽപ്പന അനുസരിച്ചാണ്. ലോഗൻ റൈസിനെ കൊല്ലുക എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന. ലോഗൻ റൈസിനെ അവിടെ അങ്ങനെ വിട്ടിട്ട് അവരെങ്ങനെ വെറുതെ മടങ്ങും? അതുകൊണ്ട് കമാൻഡർമാർ ടൈലർ ജെയ്ഡിംഗ് പറഞ്ഞ കാര്യം അനുസരിക്കാതെ ആ കമാൻഡർമാർ അവിടെ അനുയായികളോട് പറഞ്ഞു, അറ്റാക്ക്. ആ വാക്ക് അവർ പറഞ്ഞു തീരുമ്പോഴേക്കും ടൈലർ ജെയ്ഡിംഗ് അയാളുടെ വാള് ഒന്ന് വീശിക്കഴിഞ്ഞു. ശരിക്കും അടുത്ത് നടന്ന രംഗം ആ കമാൻഡർമാരുടെ ജീവൻ ഏതാണ്ട് ശരീരത്തിന് പോയ പോലുള്ള ഒരു നിമിഷമാണ്. ആ കമാൻഡർമാരുടെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് നിശ്ചലരായി താഴേക്ക് വീണു. ആ 100 പേരും ഏതാണ്ട് സമാന സ്വഭാവത്തിലാ താഴെ വീണത്. അവരുടെ ബോഡി രണ്ടായി അറ്റുപോയിരിക്കുകയാണ്. ശരിക്കും ഒരു ലൈറ്റനിങ് അറ്റാക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. ടൈലർ ജെയ്ഡിംഗ് നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാതെ അയാളുടെ വാള് അയാൾ കൈ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ വാള് മടങ്ങി കയ്യിലേക്ക് വന്നതും ടൈലർ ആ കമാൻഡർമാരോട് പറഞ്ഞു, ഒരാളെപ്പോലും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടും. കേൾക്കേണ്ട താമസം കമാൻഡർമാരുടെ പുറകിലുണ്ടായിരുന്ന ഭടന്മാർ തിരിഞ്ഞോടി തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ആ എൻറ്റയർ ടീമും തിരിച്ചോടുന്നതാണ്. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളൊഴിഞ്ഞ ശവപ്പറമ്പ് പോലെ ആ ഭാഗം ഏതാണ്ട് ശൂന്യമായി എന്ന് പറയാം. ടൈലർ ജെയ്ഡിംഗിനെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഡസൻ റൈസ് സാവധാനം വാളി പിടിച്ച് എണീറ്റു. ഡസന്റെ പോക്കറ്റിലുള്ള ഒരു ഉത്തേജക പിൽസ് എടുത്ത് ഡസൻ ഒന്ന് കഴിച്ചു. കുറച്ചൊരു ആശ്വാസം ഡസന് കിട്ടിയ നിമിഷം ഡസനെ തന്നെ നോക്കി നിൽക്കുകയാണ് ടൈലർ ജെയ്ഡിംഗ്. ടൈലർ തന്നെ നോക്കിയിട്ട് ഡസൻ ടൈലറോട് ചോദിച്ചു, ഞങ്ങളെ എന്ത് രക്ഷിച്ചേ? ലോഗൻ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ ടൈലർ ജെയ്ഡിംഗ് അല്ലേ? അതെ, ഞാൻ ടൈലറാണ്. പക്ഷേ നിനക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ടൈലർ, എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ല. ഹേയ് ലോഗൻ, എന്റെ ആന്റിയാണ് നിന്റെ അമ്മ. ടൈലർ ജെയ്ഡിംഗിന്റെ അച്ഛന്റെ സഹോദരിയാണ് ഡസൻ റൈസിന്റെ അമ്മയെന്ന് ടൈലർ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ്, ഞെട്ടൽ, അത്ഭുതമൊക്കെ ഡസന്റെ മുഖത്ത് വരികയാണ്. ഡസന്റെ കസിനാണ് ഡസന്റെ മുന്നിൽ നിൽക്കുന്ന ടൈലർ ജെയ്ഡിംഗ്. ടൈലർ, എനിക്ക് മനസ്സിലായില്ല. ഹേ ലോഗൻ, നിന്റെ അമ്മ നിന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരുമായി പിണങ്ങിയിരുന്നു. അതുകൊണ്ട് നമ്മൾ പരിചയമില്ലാതെ പോയത്. നിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. ടൈലർ, ഞാൻ 10 കൊല്ലമായി വെസ്റ്റ്ലൂക്കോസിലേക്ക് പോയിട്ട്. അങ്ങനെ പറ. അതുകൊണ്ടാ നിന്റെ അച്ഛൻ എന്നെ കുറിച്ച് നിന്നോട് പറയാതിരുന്നത്. റൂഫസ് റൈസ് എന്തുകൊണ്ട് ഡസനോട് ടൈലർ ജെയ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ്. റൂഫസ് റൈസിന് അത് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഡസൻ റൈസും അബീഗലും ടൈലർ കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് അവരുടെ നോട്ടം വന്നു. ശരിക്കും ഒരു അടിപൊളി യുദ്ധമാണ് മുകളിൽ നടക്കുന്നത്. ബെയ്ലിയും ലീ യുവാൻവും.
അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നോക്കി നിന്ന ഡെസ്ട്രോഡായി അബിഗൽ ചോദിച്ചു, അങ്കിൾ അവർ ആര് ജയിക്കും? അബിഗൽ, അവർ രണ്ടുപേരും ശക്തരാണ്. ഡസൻ റൈസ് അങ്ങനെ മറുപടി പറഞ്ഞതും ടൈലർ ജേഡിങ് അബിഗലിനോടും ലോഗനോടായി പറഞ്ഞു, ലോഗൻ, അവിടെ നടക്കുന്നത് രണ്ടാളുകൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. സോൾ മാസ്റ്റർ ബെയ്ലിയാണ് വിജയിക്കുന്നതെങ്കിൽ അതോടുകൂടി ഈ രാഷ്ട്രത്തെ ബാധിച്ചിരിക്കുന്ന ശാപം അവസാനിക്കും. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നേക്കുമായി തകർന്നു വീഴും. ഇനി ലീ യുവാൻവു ആണ് ജയിക്കുന്നതെങ്കിൽ ലോഗൻ, അവിടെ അവസാനിക്കുന്നത് വെസ്റ്റ് ലുക്കോസിലെ റൂഫസ് റൈസിന്റെ ഭരണമാണ്. ടൈലർ ജേഡിങ്ങിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു വ്യക്തതയുണ്ട്. ശരിക്കും ഒരു രാഷ്ട്രത്തിന്റെ വിധി നിശ്ചയിക്കപ്പെടുന്ന ഒരു യുദ്ധമാണ് മുകളിൽ നടക്കുന്നത്. വേൾഡ് നമ്പർ 3 ബെയ്ലിയും വേൾഡ് നമ്പർ 2 ലീ യുവാൻവുവും തമ്മിൽ സമാനതയില്ലാത്ത ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആര് വിജയിച്ചാലും ഡ്രാഗൺ മാർഷ് എന്ന രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ അത് കാര്യമായി സ്വാധീനിക്കുക തന്നെ ചെയ്യും. ലോഗൻ റൈസിനോടായി ടൈലർ ജേഡിങ് അക്കാര്യം സൂചിപ്പിച്ചതും അബിഗൽ ഡെസ്ട്രോഡ് ചോദിച്ചു, അങ്കിൾ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, അങ്കിൾ ബെയ്ലിക്ക് ജയിക്കാൻ സാധ്യതയുണ്ടോ? അബിഗൽ, എന്റെ അറിവിൽ അങ്കിളുടെ കയ്യിൽ ഒരു സീക്രട്ട് ആക്ഷൻ ഉണ്ട്. അദ്ദേഹം ഇതുവരെയും അത് പുറത്തെടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല ആ ആക്ഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്കിൾ ഇന്ന് അത് പുറത്തെടുക്കുമെന്നാണ്. ഡസൻ റൈസ് അങ്ങനെ പറയുമ്പോൾ മലയുടെ മുകളിൽ ആ യുദ്ധം സമാനതയില്ലാത്ത തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലീ യുവാൻവു എന്ന വേൾഡ് നമ്പർ 2 അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അയാൾ ഇതുവരെ കരുതിയിരുന്നത് താനാണ് ലോകത്തിലെ നമ്പർ 1 എന്നാണ്. യഥാർത്ഥ നമ്പർ 1 കോൺലിയസ് ഷുവാൻചി ലോങ് മൗണ്ടനിൽ സന്യാസ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് ലീ യുവാൻവു ആണ് ശരിക്കും ഡീഫോൾട്ട് നമ്പർ 1. ലീ യുവാൻവു താൻ നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ തന്റെ കീഴിലാണെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. ആ ധാരണയാണ് ഇപ്പോ ബെയ്ലിയുമായുള്ള ഏറ്റുമുട്ടലിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.